ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇന്നത്തെ ഏവൻഗേലിയോൻ വേദഭാഗം വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 9 മുതൽ 20 വരെയുള്ള വാക്യങ്ങളാണ്. ശൂനോയോ പെരുന്നാളിന് ശേഷം, വാങ്ങിപ്പിന് ശേഷം 2-ാമത്തെ ഞായറാഴ്ച. ഈ വേദഭാഗം നാം പരിശോധിക്കുമ്പോൾ 11-ാം അധ്യായം ആരംഭിക്കുന്നത് തന്നെ യേശുക്രിസ്തു ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്ന സന്ദർഭത്തിലാണ് ഈ അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. പിന്നീട് അർദ്ധരാത്രിയിലെ സുഹൃത്തിൻ്റെ ഉപമ 11-ാം അധ്യായം 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ കാണുവാൻ സാധിക്കും. യേശു പ്രാർത്ഥനയിൽ ഉറച്ചു നിൽക്കുന്നതിനെക്കുറിച്ചും ദൈവം ഉത്തരം നൽകുമെന്നുള്ള ഉറപ്പിനെക്കുറിച്ചും പറയുകയാണ് ഇവിടെ. ഈ വേദഭാഗം പരിശോധിക്കുമ്പോൾ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 7 മുതൽ 11 വരെയുള്ളയും അതോടൊപ്പം തന്നെ 12-ാം അധ്യായം 22 മുതൽ 37 വരെയുള്ള വാക്യങ്ങളും വിശുദ്ധ മർക്കോസ് 3-ന്റെ 19 മുതൽ 30 വരെയുള്ള വാക്യങ്ങളുമായിട്ട് സാമ്യമുണ്ട്. ഇത് ലൂക്കോസ് കാലക്രമത്തിലല്ല, ഇതിവൃത്തങ്ങൾ അനുസരിച്ചാണ് പലപ്പോഴും യേശുവിൻ്റെ പ്രബോധനങ്ങൾ അവതരിപ്പിക്കുന്നത്. 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ ചോദിക്കുക, അന്വേഷിക്കുക, മുട്ടുക എന്നീ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് യേശു വിശദീകരിക്കുമ്പോൾ 14 മുതൽ 20 വരെയുള്ള വാക്കുകൾ പരിശോധിക്കുമ്പോൾ ഊമയായ ഒരു ഭൂതത്തെ പുറത്താക്കി പരീശന്മാരുടെ ആരോപണങ്ങളെ എതിരിടുകയും അക്കാലത്തെ സാമൂഹികമായ മതപരമായ അന്തരീക്ഷത്തെ നമുക്കവിടെ ലൂക്കോസിലേക്ക് വരച്ചു കാണിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ആയതിനാൽ പ്രിയമുള്ളവരെ, ഈ വേദഭാഗം നാം പരിശോധിക്കുമ്പോൾ പ്രധാനപ്പെട്ട ചിന്തകളിലേക്ക് നമുക്ക് കടന്നു വരാം. ഒന്നാമത്തെ ചിന്ത എന്ന് പറയുന്നത് 3 പ്രധാനപ്പെട്ട വ്യത്യസ്തമായ ആത്മീയ അവസ്ഥകൾ കാണിക്കുന്നുണ്ട്. ആസ്ക്, സീക്ക്, നോക്ക്. ചോദിക്കുക, അന്വേഷിക്കുക, മുട്ടുക. യേശുവിടെ ഒരേ കാര്യം 3 രീതിയിൽ പറയുകയല്ല. ചോദിക്കുക, അന്വേഷിക്കുക, മുട്ടുക എന്ന നമ്മുടെ ആത്മീയ ജീവിതത്തിൽ 3 വ്യത്യസ്ത ചലനങ്ങളാണ്. ചോദിക്കുന്ന ദൈവത്തോട് എൻ്റെ ആവശ്യം പറയുന്നതാണ്, അന്വേഷിക്കുന്ന ദൈവത്തിൻ്റെ ഇഷ്ടം കണ്ടെത്താൻ ശ്രമിക്കുന്നതാണ്, മുട്ടുന്നത് വാതിൽ തുറക്കുന്നവരെ വിശ്വാസത്തോടെ തുടരുന്നതാണ് കാണുവാൻ സാധിക്കും. പ്രിയമുള്ളവരെ, നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ ഒരു സ്പിരിച്വൽ ഡിസിഷൻ നമ്മൾ എടുക്കണം. വിശുദ്ധനായ യാക്കോബ് പറയുന്നത് പോലെ പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ള ഹൃദയം കഷ്ടതയിൽ താഴ്ന്നു പോകുകയില്ല. കാരണം അവൻ അതിൻ്റെ പ്രത്യാശ ദൈവത്തിലാണ്. അനുഗ്രഹിക്കപ്പെട്ടവരെ, നമുക്ക് അന്വേഷിക്കുക, അല്ലെങ്കിൽ അത് യേശുക്രിസ്തുവിൻ്റെ അടുത്തേക്ക് യേശുവിനെ അന്വേഷിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 33-ാമത്തെ വാക്യം, മുന്നമേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ഇതൊക്കെ നിങ്ങൾക്ക് കൂടി ലഭിക്കുകയാണ്, ഇതൊക്കെ നിങ്ങൾക്ക് കൂടുതലായിട്ട് ലഭിക്കും എന്ന് പറയുകയാണ്. അതുകൊണ്ട് ചോദിച്ചുകൊണ്ട് മാത്രം നിൽക്കരുത്. ദൈവം നൽകാൻ ആഗ്രഹിക്കുന്ന ഉത്തരവും അതിൻ്റെ പേരിലുള്ള ദൈവത്തിൻ്റെ ഇഷ്ടവും അന്വേഷിക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. വിശുദ്ധനായ അപ്രയം പറയുകയാണ്, ദൈവത്തെ അന്വേഷിക്കുന്ന ഹൃദയം ദൈവത്തെ കണ്ടെത്തുന്നവരെ വിശ്രമിക്കുകയില്ല എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നമുക്കൊരു തീരുമാനമെടുക്കാം. ഞാൻ ചോദിക്കും, കാരണം എൻ്റെ ആവശ്യം ദൈവത്തിൻ്റെ മുമ്പിൽ വെക്കണം. ഞാൻ അന്വേഷിക്കും, കാരണം എൻ്റെ ഇഷ്ടത്തെക്കാൾ ദൈവത്തിൻ്റെ ഇഷ്ടം കണ്ടെത്തണം. 3-ാമത്, ഞാൻ മുട്ടിക്കൊണ്ടിരിക്കും, കാരണം ഉത്തരം വൈകിയാലും എൻ്റെ വിശ്വാസം അവസാനിക്കരുത്. ചോദിക്കുക, എൻ്റെ അധരങ്ങളെ ദൈവത്തിങ്കിലേക്ക് കൊണ്ടുവരുന്നു. അന്വേഷിക്കുക, എൻ്റെ ഹൃദയത്തെ ദൈവത്തിൻ്റെ വഴിയിലേക്ക് കൊണ്ടുവരുന്നു. മുട്ടുക, എൻ്റെ വിശ്വാസത്തെ സ്ഥിരപ്പെടുത്തുന്നു. 2-ാമത്തെ ചിന്ത, ദൈവം വാതിൽ തുറക്കുന്നതിന് മുമ്പ് നമ്മെ മുട്ടുന്ന മനുഷ്യരാക്കുന്നു. യേശു തുറക്കും എന്ന് പറയുന്നതിന് മുമ്പ് മുട്ടുവിൻ എന്നാണ് പറയുന്നത്. അതിൽ ഒരു ആത്മീയ ക്രമമുണ്ട്. ചിലപ്പോൾ ദൈവം വാതിൽ ഉടൻ തുറക്കാത്തത് വാതിലിനുള്ള അനുഗ്രഹം തയ്യാറാകാത്തതുകൊണ്ട് മാത്രമല്ല, വാതിലിന് പുറത്തുള്ള നമ്മെ ആ അനുഗ്രഹത്തിനായിട്ട് തയ്യാറാക്കുന്നതിന് വേണ്ടിയുണ്ട്. അതുകൊണ്ട് കാത്തിരിപ്പിനെ ശിക്ഷയായി കാണാതെ ഒരു പരിശീലനമായി കാണണം. ഉത്തരം വൈകുമ്പോൾ എന്തുകൊണ്ട് എന്ന് മാത്രം ചോദിക്കാതെ, ദൈവമേ, ഈ കാത്തിരിപ്പിലൂടെ നീ എന്നെ എന്താണ് പഠിപ്പിക്കുന്നതെന്ന് ചോദിക്കണം. നിനവേലെ വിശുദ്ധ ഐസക് പറയുകയാണ്, പ്രാർത്ഥന പീഡിതരുടെ അഭയകേന്ദ്രമാണ്. പ്രാർത്ഥന കരുണയുടെ വാതിൽ തുറക്കുന്ന താക്കോലാകുന്ന വിശുദ്ധനായ അപ്രയം പറയുമ്പോൾ, അതുകൊണ്ടാണ് വിശുദ്ധ ലൂക്കോസ് 11-ാം അധ്യായത്തിൽ ഓർമ്മിപ്പിക്കുന്നത്, മുട്ടുവിൻ നിങ്ങൾക്ക് തുറക്കുമെന്ന്. പ്രിയമുള്ളവരെ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം വൈകുമ്പോൾ പിന്മാറുകയില്ല എന്ന തീരുമാനം നമുക്ക് എടുക്കുവാൻ സാധിക്കണം. വാതിൽ തുറക്കുന്നവരെ മുട്ടിക്കൊണ്ടിരിക്കുക, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇവിടെ പറയുകയാണ്, വിശുദ്ധ ലൂക്കോസ് പറയുകയാണ്, ദ സീക്കർ ഫൈൻഡ്സ്, അന്വേഷിപ്പിൻ നിങ്ങൾ കണ്ടെത്തും. യേശുവിടെ വെറുതെ അന്വേഷിക്കാൻ പറയുകയല്ല, കണ്ടെത്തുന്നവരെ അന്വേഷിക്കാൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, അന്വേഷിക്കലെന്നത് ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും വാങ്ങാനുള്ള ശ്രമമല്ല.
ദൈവത്തിൻ്റെ ഹൃദയം അറിയാനുള്ള ആത്മീയ യാത്രയാണ്. ദൈവത്തെ സത്യമായി അന്വേഷിക്കുന്ന ഹൃദയം ശൂന്യമായി മടങ്ങിയില്ല. ചിലപ്പോൾ നാം അന്വേഷിച്ച ഉത്തരം ലഭിക്കാതിരിക്കാം. എന്നാൽ അന്വേഷിക്കുന്ന വഴിയിൽ നാം ദൈവത്തെ തന്നെ കൂടുതൽ ആഴത്തിൽ കണ്ടെത്തണം. നിയമാവർത്തന പുസ്തകം 4-29 വാക്യം പറയുകയാണ്, നിങ്ങളുടെ ദൈവമായ കർത്താവിനെ അന്വേഷിക്കുമ്പോൾ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സും കൂടി അവനെ അന്വേഷിച്ചാൽ അവനെ കണ്ടെത്തുമെന്ന് പറയുകയാണ്. ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കുകയോ, പിന്നെ ദൈവത്തിൻ്റെ മുഖം അന്വേഷിച്ച് സങ്കീർത്തനം 27:8 നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയമുള്ളവരെ, അലക്സാന്ദ്രിയയിലെ വിശുദ്ധ ക്ലെമീസ് പറയുകയാണ്, ദൈവത്തെ അന്വേഷിക്കുന്നവൻ അവനെ അന്വേഷിക്കുന്നതിൽ തന്നെയാണ് സത്യമായ ജീവിതം കണ്ടെത്തുന്നത്. വിശുദ്ധനായ അപ്രയം പറയുകയാണ്, ദൈവത്തെ അന്വേഷിക്കുന്ന ഹൃദയം ലോകത്തിലെ യാതൊരു വസ്തുവിലും പൂർണ്ണമായ ആശ്വാസം കണ്ടെത്തുകയില്ല. ദൈവത്തിൽ മാത്രമാണ് അതിൻ്റെ വിശ്രമം. നമ്മുടെ അനുഗ്രഹങ്ങളെക്കാൾ അനുഗ്രഹം നൽകുന്ന ദൈവത്തെ അന്വേഷിക്കുന്ന നമുക്ക് തീരുമാനമെടുക്കാം. അനുഗ്രഹം നൽകുന്ന ദൈവത്തെ അന്വേഷിക്കാം, ഉത്തരം നൽകുന്ന ദൈവത്തെ അന്വേഷിക്കാം, ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കാം, ദൈവത്തോട് നമുക്ക് ചേർന്ന് നിൽക്കാം. 4ാമത്തെ ചിന്ത, കതക് തട്ടുന്നവൻ, ദ വൺ ഹൂ നോക്സ് ദ ഡോർ. മുട്ടുക എന്നത് വിശ്വാസം പ്രവൃത്തിയായി മാറുന്നതാണ്. വാതിൽ അടഞ്ഞു കിടക്കുമ്പോഴും അതിൻ്റെ അപ്പുറത്ത് ആരോ ഉണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഒരാൾ മുട്ടുന്നത്. അതുകൊണ്ടിന്ന് മുട്ടുന്നവൻ സാഹചര്യത്തെ നോക്കിയല്ല, വാതിലിനപ്പുറത്തുള്ള ദൈവത്തെ നോക്കിയാണ് മുട്ടാൻ പോകുന്നത്. ഒരിക്കൽ മുട്ടിയിട്ട് പിന്മാറുന്നതല്ല യഥാർത്ഥ വിശ്വാസം. ഉത്തരം വൈകിയാലും പ്രത്യാശ നഷ്ടപ്പെടാതെ വീണ്ടും വീണ്ടും മുട്ടിക്കൊണ്ടിരിക്കുന്നതാണ് സ്ഥിരതയുള്ള വിശ്വാസം. ദൈവത്തിൻ്റെ സമയത്ത് വിശ്വസിച്ച് മുട്ടിക്കൊണ്ടിരിക്കുന്നവൻ ദൈവത്തിൻ്റെ സമയത്ത് തുറക്കുന്ന വാതിൽ അനുഭവിക്കുകയാണ്. കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കാൻ ഞാൻ നിന്നെ വിടുവിക്കും, നീ എന്നെ മഹത്വപ്പെടുത്തും എന്ന സങ്കീർത്തനം 50-ാം അധ്യായത്തിൽ കാണുവാൻ സാധിക്കും. മത്തായിയുടെ സുവിശേഷം 7-ാമത്തെ വാക്യം, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു തരിക എന്ന് പറയുകയാണ്. വിശുദ്ധനായ സ്രോഗിലെ യാക്കോബ് പറയുകയാണ്, പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവൻ പ്രത്യാശയിൽ ശക്തനാകുന്നു. കാത്തിരിപ്പ് അവൻ്റെ വിശ്വാസം തകർക്കുന്നതല്ല, അതിനെ വളർത്തുകയാണ് ചെയ്യുന്നത്. വാതിലടഞ്ഞാലും ഞാൻ മുട്ടുമെന്നും, ഉത്തരം വൈകിയാൽ ഞാൻ മുട്ടുമെന്നും, മറ്റുള്ളവർ പിന്മാറിയാൽ ഞാൻ മുട്ടുമെന്നുള്ള നമുക്കൊരു തീരുമാനമെടുക്കാം. വാതിൽ മുട്ടുന്ന വ്യക്തിയായി നമുക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാം. ദൈവത്തിൻ്റെ വാതിൽ മുട്ടുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി തുറന്നു തരും. തുടർച്ചയായ പ്രാർത്ഥനയുടെ പ്രാധാന്യം, ഇത് നമുക്കിവിടെ 4ാമത്തെ ചിന്ത കാണുവാൻ സാധിക്കും. 5ാമത്തെ ചിന്ത, തുടർച്ചയായ പ്രാർത്ഥനയുടെ പ്രാധാന്യം. ചോദിപ്പിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിപ്പിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾ തുറക്കപ്പെടുകയാണ്. തുടർച്ചയായ പ്രാർത്ഥന എന്ന ഒരേ വാക്കുകൾ വീണ്ടും വീണ്ടും പറയുന്നതല്ല, ദൈവത്തോടുള്ള ബന്ധത്തിൽ ഇടപെടാൻ നിലകൊള്ളുന്നതാണ്. ഉത്തരം ഉടൻ ലഭിക്കാത്തപ്പോൾ പ്രാർത്ഥന നിർത്താതെ തുടരുമ്പോൾ നമ്മുടെ വിശ്വാസം കൂടുതൽ ശക്തമാകുന്നു. ചിലപ്പോൾ ദൈവം നമ്മുടെ സാഹചര്യം മാറ്റുന്നതിന് മുമ്പ് നമ്മുടെ ഹൃദയത്തെ മാറ്റുന്നു. പ്രാർത്ഥനയുടെ സ്ഥിരത ദൈവത്തെ മാറ്റാനല്ല, ദൈവത്തിൻ്റെ ഇഷ്ടത്തിനായി നമ്മെ ഒരുക്കാനാണ്. അതുകൊണ്ട് വാതിലടഞ്ഞാലും വഴി കാണാതിരുന്നാലും ഉത്തരം വൈകിയാൽ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. 1 തെസ്സലോനിക്കർ 5:17 ഇടപെടാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം ഓർമ്മിപ്പിക്കുകയാണ്. സ്വർണ്ണനാവുകാരൻ യോഹന്നാനോസ് പറയാണ്, പ്രാർത്ഥനയുടെ ശക്തി അതിൻ്റെ ദൈർഘ്യത്തിൽ മാത്രമല്ല അതിൻ്റെ സ്ഥിരതയിലാണെന്നുള്ള ആണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഉത്തരം കിട്ടുമ്പോൾ മാത്രം ഞാൻ പ്രാർത്ഥിക്കുകയില്ല എന്നല്ല, ഉത്തരം വൈകുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കും. സന്തോഷത്തിൽ പ്രാർത്ഥിക്കും, ദുഃഖത്തിലും പ്രാർത്ഥിക്കും. വ്യക്തിപരം വഴി വ്യക്തമായിരിക്കുമ്പോഴും പ്രാർത്ഥിക്കും, വഴി കാണാത്തപ്പോഴും പ്രാർത്ഥിക്കും. എൻ്റെ പ്രാർത്ഥനയുടെ അടിയന്തര ആവശ്യം മാത്രമാകാതെ എൻ്റെ ജീവിതത്തിൻ്റെ ശ്വാസമായി മാറാൻ ഞാൻ തീരുമാനമെടുക്കുന്നുള്ള തീരുമാനത്തിലൂടെ നമുക്ക് മുന്നോട്ട് പോകാം. 6ാമത്തെ ചിന്ത നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്, അവർ ജോബ് ഈസ് നോട്ട് ടു ഓപ്പൺ ദ ഡോർ. വാതിൽ തുറക്കുന്ന നമ്മുടെ ജോലിയല്ല. നാം പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ വാതിൽ സ്വയം തുറക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ മുട്ടുവനെന്നത് പറയുന്നതുകൊണ്ട് വാതിൽ നിങ്ങൾ തുറക്കുക എന്ന് പറയുന്നില്ല. ഇന്ന് പലപ്പോഴും നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഒരു പ്രത്യേകത, സഭയിലാകട്ടെ, പള്ളിയിലാകട്ടെ, പ്രവർത്തന സ്ഥലങ്ങളിലാകട്ടെ, ജോലി സ്ഥലത്താകട്ടെ, ചിലർ വാതിൽ തുറക്കാൻ ശ്രമിക്കുകയാണ്. ദൈവം തുറക്കേണ്ട വാതിൽ ചില മനുഷ്യർ തുറക്കാൻ ശ്രമിക്കുകയാണ്. ചില വാതിലുകൾ നമ്മുടെ ശക്തി കൊണ്ട് തുറക്കാൻ കഴിയില്ല. ചില വാതിലുകൾ തുറക്കാൻ നാം ശ്രമിക്കേണ്ടതുമില്ല. നമ്മുടെ ജോലി മുട്ടുക എന്നുള്ളത് മാത്രമാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനം 37:5 പറയുന്നത്, നിന്റെ വഴി കർത്താവിനെ ഭരമേൽപ്പിക്കുക, അവനിൽ ആശ്രയിക്കുക, അവനത് നിനക്ക് നിവർത്തിച്ചു തരുമെന്ന് ഓർമ്മയാണ്. വെളിപ്പാട് 3:7 പറയുന്നുണ്ട്, അവൻ തുറന്നാൽ ആരും അടയ്ക്കില്ല, അവൻ അടച്ചാൽ ആരും തുറക്കുകയില്ല എന്നാണ്. നിനവയിലെ വിശുദ്ധ ഇസ്ഹാക്ക് പറയുകയാണ്, ദൈവത്തിൽ ആശ്രയിക്കുന്ന ഹൃദയം സ്വന്തം ശക്തിയിൽ വാതിൽ തുറക്കാൻ ശ്രമിക്കുന്നില്ല, ഇത് ദൈവത്തിൻ്റെ കരുണയ്ക്കായിട്ട് കാത്തിരിക്കുകയാണ്.
വിശുദ്ധനായ അപ്രയം ഇതിനോട് ചേർന്നിരുന്ന് പറയുകയാണ്, നിന്റെ കൈകൊണ്ട് വാതിൽ തുറക്കാൻ ശ്രമിക്കാതെ വിശ്വാസത്തോടെ മുട്ടുക, തുറക്കേണ്ട സമയം അറിയുന്നത് ദൈവമാണെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഒരു തീരുമാനം നമുക്കെടുക്കാം. ഞാൻ വാതിൽ തുറക്കാൻ ശ്രമിക്കില്ല, ഞാൻ മുട്ടിക്കൊണ്ടിരിക്കും. ഞാൻ എൻ്റെ വഴിയെ നിർബന്ധിക്കില്ല, ദൈവത്തിൻ്റെ വഴിക്കായിട്ട് കാത്തിരിക്കും. ഞാൻ എൻ്റെ സമയത്തെ നിർബന്ധിക്കുകയില്ല, ദൈവത്തിൻ്റെ സമയത്ത് വിശ്വസിക്കും. കാരണം മുട്ടുന്നതിൻ്റെ ഉത്തരവാദിത്വമാണ്, വാതിൽ തുറക്കുന്ന ദൈവത്തിൻ്റെ അധികാരമാണ്. ഏഴാമത്തെ ചിന്ത, ദൈവം ചോദിക്കുന്ന ചിലർ എന്ന് പറഞ്ഞില്ല, ഏവനും എന്ന് പറയുകയാണ്. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് യാചിക്കുന്ന ഏവനും പ്രാപിക്കും എന്ന് കാണുവാൻ സാധിക്കും. യാചിക്കുന്ന ഏവനും പ്രാപിക്കും. അതായത് യേശുവിടെ ചോദിക്കുന്ന ചിലർക്ക് ലഭിക്കും എന്ന് പറഞ്ഞാൽ ചോദിക്കുന്ന ഏവനും എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതിൽ ദൈവത്തിൻ്റെ ക്ഷണത്തിൻ്റെ വിശാലത കാണുവാൻ സാധിക്കും. നമ്മുടെ യോഗ്യത, നമ്മുടെ ഭൂതകാലം, ബലഹീനത, പരാജയം, കുടുംബമഹിമ എന്നിവ കാരണം ദൈവത്തിൻ്റെ മുമ്പിൽ വരാൻ നാം മടി കാണിക്കേണ്ടതില്ല. മനുഷ്യർ ചിലപ്പോഴും നമ്മെ നിരസിച്ചേക്കാം, എന്നാൽ ദൈവം തൻ്റെ അടുക്കൽ വരുന്നവന് നിരസിക്കുന്നില്ല. അതുകൊണ്ട് എനിക്ക് ദൈവത്തോട് ചോദിക്കാൻ അവകാശമുണ്ടെന്നതിന് പകരം യേശു എന്നെയും വിളിച്ചിട്ടുണ്ടല്ലോ എന്ന് വിശ്വസിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ വരണം. യോഹന്നാന്റെ സുവിശേഷം 6-37 വാക്യം, എൻ്റെ അടുക്കൽ വരുന്നവൻ ഞാൻ ഒരു നാളും തള്ളിക്കളയില്ല എന്ന് പറയുകയാണ്. വിശുദ്ധനായ അപ്രയം പറയുകയാണ്, ദൈവത്തിൻ്റെ കരുണയുടെ വാതിൽ മനുഷ്യൻ്റെ യോഗ്യത നോക്കി അടയുന്നില്ല, അവൻ്റെ അടുക്കൽ വരുന്ന ഹൃദയത്തെ നോക്കിയാണ് തുറക്കുന്നത്. എട്ടാമത്തെ ചിന്ത നമ്മളോട് പറയുന്നത് ഇപ്രകാരമാണ്. ഇതേ പറയുകയാണ്, ചോദിക്കുന്നവന് ലഭിക്കുന്നതിനിടയിൽ ദൈവത്തിൻ്റെ സമയം. വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയാണത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ചോദിക്കുന്നു എന്ന പ്രവൃത്തി, ലഭിക്കുന്നു എന്ന ഫലവും ഒരേ നിമിഷത്തിൽ സംഭവിക്കണമെന്നില്ല. വാക്യം ഫലം ഉറപ്പ് നൽകുന്നു, സമയകർമ്മം വ്യക്തമാക്കുന്നില്ല ഈ വാക്യത്തിൽ. അതിനാൽ ഉത്തരം വൈകുന്നത് വാഗ്ദാനം ഇല്ലാതായതിൻ്റെ തെളിവല്ല. നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ സമയത്തെ ബഹുമാനിക്കണം. വൈകിയ ഉത്തരത്തിലും വിശ്വാസം നിലനിർത്തണം. കാത്തിരിപ്പിൽ ദൈവത്തെ അന്വേഷിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വൈകുന്നു, ദൈവം നിരസിച്ചു എന്ന ചിന്ത ഒഴിവാക്കണം. ദൈവത്തെ എൻ്റെ സമയക്രമത്തിൽ പൂട്ടരുകരുത്, അവസരപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യരുത്. പ്രിയമുള്ളവരെ, കാത്തിരിപ്പിനെ വിശ്വാസത്തിൻ്റെ ഭാഗമായി കാണണം. ഉത്തരം വരുന്നതുവരെ ദൈവത്തിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അടുത്ത ചിന്ത നമുക്ക് കാണുവാൻ സാധിക്കുന്നത് 9ാമത്തെ ചിന്ത, ചോദിക്കുന്നവന് ലഭിക്കുന്ന എല്ലായ്പ്പോഴും ചോദിച്ചതിൻ്റെ രൂപത്തിലായിരിക്കണമെന്നില്ല. റിസീവിങ് ഡസ് നോട്ട് ഓൾവേസ് മീൻ റിസീവിങ് ഇറ്റ് ഇൻ ദ ഫോം എക്സ്പെക്റ്റഡ്. ലഭിക്കുന്നു എന്ന വാക്ക് ദൈവം നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും അതേ രൂപത്തിൽ നൽകുന്നതിനേക്കാൾ വലുതാണ്. ചിലപ്പോൾ നാം ചോദിക്കുന്ന ഒരു വാതിലാണ്, ദൈവം നൽകുന്നത് മറ്റൊരു വഴിയായിരിക്കാം. ചിലപ്പോൾ നാം ചോദിക്കുന്ന ആശ്വാസമാണ്, ദൈവം നൽകുന്നത് ചിലപ്പോൾ ശക്തിയായിരിക്കും. ആയതുകൊണ്ട് ചോദ്യം നാം നിർത്തിപ്പോകരുത്. പല രൂപത്തിലും പല ഭാവത്തിലും കർത്താവ് ഉത്തരം നൽകും. നാം പ്രതീക്ഷയോടെ കാത്തിരിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എൻ്റെ പദ്ധതിയേക്കാൾ ദൈവത്തിൻ്റെ ജ്ഞാനം സ്വീകരിക്കും. ദൈവത്തിൻ്റെ മറുപടി തിരിച്ചറിയാനായിട്ട് പഠിക്കുക, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 10ാമത്തെ ചിന്ത, കണ്ടെത്തൽ എന്നത് അവസാനമല്ല, പുതിയൊരു വഴിയുടെ തുടക്കമാണ്. ഫൈൻഡിങ് ഈസ് നോട്ട് ദ എൻഡ്, ഇറ്റ് ഈസ് ദ ബിഗിനിങ് ഓഫ് ന്യൂ ജേർണി. ദൈവത്തിൽ നിന്നൊരു ഉത്തരം കണ്ടെത്തിയാൽ നമ്മുടെ ആത്മീയയാത്ര അവസാനിക്കുന്നില്ല, അവിടെ നിന്നാണ് പുതിയ യാത്ര ആരംഭിക്കുന്നത്. അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാം ഒരു വഴി കണ്ടെത്തുന്നു. എന്നാൽ ആ വഴി കണ്ടെത്തിയ ശേഷം അതിലൂടെ നടക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. ചിലപ്പോൾ നാം ദൈവത്തോട് ഒരു ഉത്തരമാണ് അന്വേഷിക്കുന്നത്, എന്നാൽ ദൈവം നമുക്കൊരു പുതിയ ദിശ നൽകുന്നു. അതുകൊണ്ട് കണ്ടെത്തിയ അനുഗ്രഹത്തിൽ മാത്രം നിൽക്കാതെ അതിലൂടെ ദൈവം കാണിക്കുന്ന അടുത്ത പടി സ്വീകരിക്കണം. ദൈവത്തെ അന്വേഷിക്കുന്നവന് ഉത്തരം മാത്രമല്ല ലഭിക്കുന്നു, മുന്നോട്ട് നടക്കാനുള്ള പുതിയ വഴിയും ലഭിക്കുകയാണ്. 119 സങ്കീർത്തനം 105 വാക്യം പറയുന്നത്, നിന്റെ വചനം എൻ്റെ കാലുകൾക്ക് വിളക്കും, എൻ്റെ ഊടുവഴികൾക്ക്, എൻ്റെ പാതകൾക്ക് പ്രകാശവുമാകുന്നു എന്ന് പറയുകയാണ്. അലക്സാന്ദ്രിയയിലെ വിശുദ്ധനായ അത്താനാസ്യൂസ് അതുകൊണ്ടാണ് പറയുന്നത്, ദൈവത്തെ കണ്ടെത്തിയെന്ന് കരുതുന്ന ഹൃദയം അവനെ അന്വേഷിക്കുന്നത് അവസാനിപ്പിക്കരുത്. കാരണം ദൈവത്തിൻ്റെ ആഴം ഒരിക്കലും തീരാത്തതാണ്. പ്രിയമുള്ളവരെ, ലഭിച്ച ഉത്തരത്തിൽ മാത്രം തൃപ്തിയല്ല, മറിച്ച് അടുത്ത വഴിയും അന്വേഷിക്കണം. ദൈവം കാണിക്കുന്ന അടുത്ത അന്വേഷിക്കണം. ലഭിച്ച അനുഗ്രഹത്തെ അവസാനമായിട്ട് കാണരുത്, പുതിയ ഉത്തരവാദിത്തത്തിന്റെ തുടക്കമായി കാണുവാൻ നാം തയ്യാറാകണം. ദൈവം ഒരു വാതിൽ തുറന്നാൽ അതിലൂടെ മുൻപോട്ട് നടക്കാൻ ഞാൻ തയ്യാറാകണം. കണ്ടെത്തൽ എൻ്റെ യാത്രയുടെ അവസാനമല്ല, ദൈവത്തോടൊപ്പം ആരംഭിക്കുന്ന പുതിയ യാത്രയുടെ തുടക്കമാണ്. 11ാമത്തെ ചിന്ത, തുറക്കപ്പെടുന്ന വാതിലിൻ്റെ സ്വാതന്ത്ര്യം, ദ ഫ്രീഡം ഓഫ് ദി ഓപ്പൺ ഡോർ.
തുറക്കപ്പെടുന്ന വാതിൽ ഒരു അവസരത്തിൻ്റെ മാത്രം അടയാളമല്ല, സ്വാതന്ത്ര്യത്തിലേക്കുള്ള ദൈവത്തിൻ്റെ ക്ഷണവും കൂടിയാണ്. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ തടസ്സം പുറത്തുള്ള അടഞ്ഞ വാതിലല്ല, ഉള്ളിലെ ഭയവും പാപവും നിരാശയുമായിരിക്കും. ദൈവം വാതിൽ തുറക്കുമ്പോൾ അവൻ നമ്മെ ഒരു സാഹചര്യത്തിൽ നിന്ന് മറ്റൊരു സാഹചര്യത്തിലേക്ക് മാത്രം മാറ്റുന്നില്ല, ബന്ധനത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്കും ഭയത്തിൽ നിന്ന് വിശ്വാസത്തിലേക്കും കൊണ്ടുവരികയാണ്. ഇസ്രായേൽ ജനത ഇസ്രായേലിന്റെ അടിമത്തത്തിൽ ദൈവം വിടുവിച്ചതുപോലെ ക്രിസ്തുവിൽ നമ്മയും ആത്മീയ ബന്ധനത്തിൽ നിന്ന് സ്വതന്ത്രനാക്കുന്നു. അതുകൊണ്ട് ദൈവം തുറക്കുന്ന വാതിലൂടെ കടക്കാൻ ധൈര്യമുള്ള വിശ്വാസം നമുക്കുണ്ടാകണം. അനുഗ്രഹിക്കപ്പെട്ടവരെ, പുറപ്പാട് പുസ്തകം 14-ാമത്തെയും 13-ാമത്തെ വാക്യം പറയുന്നുണ്ട്, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽക്കാൻ പറയുകയാണ്. കർത്താവിൽ നിന്ന് നിങ്ങൾക്ക് ചെയ്തു തരുന്ന രക്ഷ കണ്ടുകൊള്ളാൻ ഓർമ്മിപ്പിക്കുകയാണ്. നിനവേലെ വിശുദ്ധ ഇസഹാക്ക് പറയുന്നത് ഇങ്ങനെയാണ്: ദൈവത്തിൻ്റെ കരുണ ഹൃദയത്തിലെ ബന്ധനങ്ങളെ അഴിച്ച് അതിനെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുകയാണ്. ആയതുകൊണ്ട് എൻ്റെ ഭയത്തിൻ്റെ വാതിലിനുള്ളിൽ ഞാൻ ഇനി അടഞ്ഞു കിടക്കുകയില്ല, പഴയ ബന്ധനങ്ങളെ പിടിച്ചു നിൽക്കുകയില്ല. ദൈവം തുറക്കുന്ന വാതിലൂടെ വിശ്വാസത്തോടെ മുന്നോട്ട് നടക്കുമെന്ന് നമുക്ക് തീരുമാനമെടുക്കാം. ദൈവം തുറന്ന വാതിൽ സ്വാതന്ത്ര്യത്തിലേക്കുള്ള ക്ഷണമാണെന്ന് നമുക്ക് വിശ്വസിക്കാം. ക്രിസ്തു നൽകുന്ന സ്വാതന്ത്ര്യത്തിൽ നമുക്ക് ഉറച്ചു നിൽക്കാം. 12-ാമത്തെ ചിന്ത, തുറക്കപ്പെട്ട വാതിലിൻ്റെ സമൃദ്ധി, ദ അബണ്ടൻസ് ഓഫ് ദി ഓപ്പൺ ഡോർ. ദൈവം തുറക്കുന്ന വാതിൽ ഒരു അവസരം മാത്രമല്ല, ദൈവത്തിൻ്റെ കൃപ അനുഭവിക്കാനുള്ള വിശാലമായ ഇടമാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹം പണത്തിലും വസ്തുക്കളിലും മാത്രം അളക്കാനാവില്ല. സമാധാനം, ക്ഷമ, ജ്ഞാനം, വിശ്വാസം, ആത്മീയ വളർച്ച, മറ്റുള്ളവരെ അനുഗ്രഹിക്കാനുള്ള കഴിവ്, ഇവയും ദൈവത്തിൻ്റെ സമൃദ്ധിയുടെ ഭാഗങ്ങളാണ്. ദൈവം നമുക്ക് നൽകുന്നതിന് മാത്രം എണ്ണാതെ നമ്മിലൂടെ മറ്റുള്ളവർക്ക് നൽകാൻ കഴിയുന്നതും ദൈവത്തിൻ്റെ അനുഗ്രഹമായി കാണണം. ആയതുകൊണ്ട് തുറക്കപ്പെട്ട വാതിലിൻ്റെ സമൃദ്ധി, ദ അബണ്ടൻസ് ഓഫ് ദ ഓപ്പൺ ഡോർ. ഈ അടുത്ത ചിന്ത നമ്മളോട് ഓർമ്മിപ്പിക്കുന്നതാണ്, ഇത് സമൃദ്ധമായ കൃപയുടെ പ്രതീകമായി കാണണം. ദൈവം തുറക്കുന്ന വാതിലിനപ്പുറത്തും ഒരു അവസരം മാത്രമല്ല, അവൻ്റെ കൃപയും കരുണയും സമാധാനവും അനുഗ്രഹവും കാത്തിരിക്കുന്നു. നമ്മിലൂടെ മറ്റുള്ളവരുടെ ജീവിതത്തിലും അനുഗ്രഹമായി ഒഴുകുന്നതാണ് യഥാർത്ഥമായ സമൃദ്ധി എന്ന് പറയുന്നത്. 13-ാമത്തെ ചിന്ത, പിതൃഹൃദയത്തിൻ്റെ സ്നേഹം, ദ ലവ് ഓഫ് ഫാദേഴ്സ് ഹാർട്ട്. ഭൗമിക പിതാവ് പോലും തൻ്റെ മകന് ദോഷകരമായി കൊടുക്കുന്നില്ല. അവൻ തൻ്റെ കുട്ടിക്ക് നല്ല മാത്രം നൽകാൻ ആഗ്രഹിക്കുന്നു. ഒരു പിതാവ് തൻ്റെ മകൻ്റെ കരച്ചിൽ കേട്ട് ഓടിയെത്തുന്ന പോലെ സ്വർഗീയ പിതാവും നമ്മുടെ നിലവിളി കേൾക്കുന്നു എന്നാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. മകന് യഥാർത്ഥത്തിൽ എന്താണ് നല്ലതെന്ന് പിതാവ് ചിന്തിക്കുകയാണ്. അതുപോലെ സ്വർഗീയ പിതാവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നു. എന്നാൽ അവൻ്റെ മറുപടി എല്ലായ്പ്പോഴും നമ്മുടെ ആഗ്രഹം പോലെ ആയിരിക്കണമെന്നില്ല. സ്വർഗീയ പിതാവിൻ്റെ സ്നേഹത്തിൽ വിശ്വസിക്കാം. അവനോട് നമുക്ക് ചേർന്ന് നിൽക്കുവാൻ സാധിക്കും. അതുകൊണ്ട് ഉത്തരം വൈകിയാലും ദൈവം നമ്മെ മറന്നിട്ടില്ല എന്ന് വിശ്വസിക്കുകയും എൻ്റെ സ്വർഗീയ പിതാവിൻ്റെ സ്നേഹത്തിൽ പൂർണ്ണമായി ആശ്രയിച്ച് ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യാം. 14-ാമത്തെ ചിന്ത, കല്ലും പാമ്പും വഞ്ചനയുടെ പ്രതീകങ്ങളാണ്. മകൻ നല്ല ചോദിക്കുമ്പോൾ കല്ലും പാമ്പും നൽകുന്ന പിതാവിൻ്റെ സ്നേഹത്തിന് വിരുദ്ധമായ വഞ്ചനയാണ് സൂചിപ്പിക്കുന്നത്. ദൈവം നമ്മെ വഞ്ചിക്കുന്ന പിതാവല്ല, അവൻ നാം ചോദിക്കുന്നതിനേക്കാൾ നല്ലത് നൽകാൻ ആഗ്രഹിക്കുന്ന പിതാവാണ്. വിശുദ്ധനായ അപ്രയം പറയുകയാണ്, ദൈവത്തിൻ്റെ സ്നേഹത്തിൽ വഞ്ചനയില്ല, അവൻ്റെ ദാനം ജീവൻ നിക്ഷയം നൽകുന്നതാണ്. കർത്താവ് നല്ലവനെന്ന് രുചിച്ചറിയാൻ സങ്കീർത്തനം 34:8 പറയുകയാണ്. അതുകൊണ്ട് ജീവിതത്തിൽ ലഭിക്കുന്ന എല്ലാ കാര്യങ്ങളെയും ഭയത്തോടെ കാണാതെ ദൈവത്തിൻ്റെ പിതൃഹൃദയത്തിൽ വിശ്വസിക്കണമെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, 14-ാമത്തെ ചിന്ത, കല്ലും പാമ്പും വഞ്ചനയുടെ പ്രതീകങ്ങൾ. നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പാമ്പെന്ന ഉദാഹരണം ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കണം. ചില രാജ്യങ്ങളിൽ ചിലർ പാമ്പിനെ ഭക്ഷിക്കുന്നതിനാൽ പാമ്പ് എല്ലാവർക്കും ഭക്ഷിക്കാൻ പാടില്ലാത്ത എന്ന അർത്ഥത്തിൽ വിശദീകരിക്കരുത്. ലൂക്കോസിന്റെ സുവിശേഷം 11:11 പ്രധാന ആശയം പാമ്പ് ഭക്ഷണമാണോ അല്ലയോ എന്നതല്ല, പിതാവ് കുട്ടി ചോദിച്ച നല്ല ഭക്ഷണത്തിന് പകരം അപകടകരമായ ഒന്നിനെ മനഃപൂർവ്വം നൽകുമോ എന്നതാണ്. യേശുവിൻ്റെ കാലത്തെ യഹൂദ സംസ്കാരത്തിൽ മത്സ്യം സാധാരണ ഭക്ഷണമായി, പാമ്പ് അപകടത്തിൻ്റെ പ്രതീകമായിരുന്നു. അതിനാൽ ഇന്നത്തെ ഭക്ഷണശീലങ്ങളുമായി താരതമ്യം ചെയ്യുന്നതിന് പകരം കുട്ടിക്ക് ആവശ്യമായത് പകരം അവനെ ഉപദ്രവിക്കുന്ന ഒന്നും സ്നേഹമുള്ള പിതാവ് കൊടുക്കുകയില്ല എന്ന ആശയമാണ് ഇവിടെ ഊന്നി പറയേണ്ടത്. അനുഗ്രഹിക്കപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് നമുക്ക് ദോഷമായിട്ട് ഒന്നും ചെയ്യുകയില്ല. ഈ ദൈവസന്നിധിയിലേക്ക് നമുക്ക് ചേർന്ന് നിൽക്കാം. നമ്മുടെ ദൈവം ദോഷമായിട്ട് നമ്മളെ ഉപദ്രവിക്കുന്നതോ നമുക്ക് ദോഷമായിട്ടുള്ള ഒന്നും സംഭവിക്കാൻ അവൻ ആഗ്രഹിക്കുന്നില്ല. ആയതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മെ തന്നെ പരിപൂർണമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കാം.
15-ാമത്തെ ചിന്ത, ദോഷം നൽകാത്ത ദൈവിക സ്വഭാവം, ദ നോൺ ഹാംഫുൾ ഡിവൈൻ നേച്ചർ. മീനിന് പകരം പാമ്പിനെ കൊടുക്കുന്നത് സ്നേഹമുള്ളൊരു പിതാവിൻ്റെ സ്വഭാവമല്ല. അതുപോലെ നമ്മുടെ സ്വർഗീയ പിതാവ് നമ്മെ വഞ്ചിക്കുകയോ ദോഷത്തിലേക്ക് നയിക്കുകയോ ചെയ്യുന്നില്ല. നമ്മുടെ ജീവിതത്തിലെ എല്ലാ വേദനകളും ദൈവം തന്ന ദോഷങ്ങളായി കാണരുത്. അവൻ അറിയുന്ന ജ്ഞാനത്തിലും തൻ്റെ പരിപാലനത്തിനും അവയെ നിയന്ത്രിക്കുന്നു. നിനവേലെ വിശുദ്ധനായ ഇസ്ഹാക്ക് പറയുകയാണ്, ദൈവത്തിൻ്റെ പ്രവൃത്തികളിൽ കരുണ ഒളിഞ്ഞുപിടിക്കുന്നു, നമുക്ക് മനസ്സിലാകാത്തടത്തും അവൻ്റെ സ്നേഹം പ്രവർത്തിക്കുന്നു. റോമർ ലേഖനം 8-ാം അധ്യായം 28-ാമത്തെ വാക്യം പറയുന്നത് ഇങ്ങനെയാണ്, ദൈവത്തെ സ്നേഹിക്കുന്നവൻ സകലതും നന്മയ്ക്കായി തീർക്കുന്നു, പ്രവർത്തിക്കുന്നു എന്നാണ്. ആയതുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മുടെ വഴിയിൽ പാമ്പ് പോലെ വരുന്ന അനുഭവങ്ങൾ വന്നാലും അതിന് പിന്നിൽ നമ്മെ കൈവിടാത്ത ഒരു സ്നേഹപിതാവുണ്ടെന്ന് വിശ്വസിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. ദൈവം നമ്മെ നശിപ്പിക്കാനല്ല, നന്മയിലേക്കും രക്ഷയിലേക്കും നയിക്കാനാണ് പ്രവർത്തിക്കുന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. നമുക്ക് വീണ്ടും കാണാവും അടുത്ത ചിന്ത, 16-ാമത്തെ ചിന്ത, മക്കളുടെ ശബ്ദത്തിന് ചെവി കൊടുക്കുന്ന പിതാവ്. മകൻ മീൻ ചോദിച്ചാൽ മീൻ പകരം പാമ്പിനെ കൊടുക്കുമെന്ന് പറയുമ്പോൾ മക്കൾ സ്നേഹത്തോടെ ആവശ്യങ്ങൾ പറയുമ്പോൾ ശ്രദ്ധയോടെ കേൾക്കുന്ന പിതാവിനെ പോലെ നമ്മുടെ സ്വർഗീയ പിതാവ് നമ്മുടെ ഓരോ പ്രാർത്ഥനയും ശ്രദ്ധയോടെ കേൾക്കുന്നു. നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അശ്രദ്ധമായി കേൾക്കുന്നില്ല. ഓരോ വാക്കുകൾക്കും കണ്ണീരിനും ഹൃദയത്തിലെ നിശബ്ദ നിലവിളിക്കും അവൻ ചെവി കൊടുക്കുന്നു. സ്വർണ്ണനാവുകാരൻ ഇവാനീസ് പറയുന്നു, നീ പ്രാർത്ഥനയിൽ ദൈവത്തോട് സംസാരിക്കുമ്പോൾ ദൈവം നിന്നോട് സംസാരിക്കുന്നതിനേക്കാൾ മുമ്പേ നിന്നെ കേൾക്കുന്നു. സങ്കീർത്തനം 34:15, കർത്താവിൻ്റെ കണ്ണ് നീതിമാന്മാരുടെ മേൽ, അവൻ്റെ ചെവി അവരുടെ നിലവിളിയുടെ മേൽ ഇരിക്കുന്നു എന്ന് പറയുകയാണ്. 1 യോഹന്നാൻ 5:14 അതേ ആശയം തന്നെയാണ്. അവൻ്റെ ഇഷ്ടപ്രകാരം നമ്മൾ എന്തെങ്കിലും ചോദിച്ചാൽ അവൻ നമ്മൾ കേൾക്കുന്നു എന്നാണ് അവിടെ വചനം കൊണ്ട് അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് ഒറ്റപ്പെട്ടെന്ന് തോന്നുന്ന നിമിഷങ്ങളിലും നമ്മുടെ വാക്കുകൾ കേൾക്കാൻ സന്നദ്ധനായ ഒരു പിതാവ് സ്വർഗത്തിലുണ്ടെന്ന് വിശ്വസിക്കാം. നമ്മുടെ പ്രാർത്ഥനകൾ ദൈവത്തിൻ്റെ ചെവിയിൽ എത്തുന്നുണ്ടോ എന്ന സംശയം വേണ്ട. അവൻ കേൾക്കുന്നു, അവൻ അറിയുന്നു, അവൻ തൻ്റെ സമയത്തിന് ഉത്തരം നൽകുന്നു. 17-ാമത്തെ ചിന്ത, ശരീരത്തിനും ആത്മാവിനും ആവശ്യമായ പോഷണം, ദ നറിഷ്മെന്റ് ഫോർ ബോഡി ആൻഡ് സോൾ. മീൻ വിശപ്പടക്കുന്ന ആഹാരത്തെ സൂചിപ്പിക്കുന്ന പോലെ ദൈവം നമ്മുടെ ശരീരത്തിൻ്റെ ആത്മാവിൻ്റെ ആവശ്യങ്ങൾ അറിയുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. പാമ്പ് കൊടുക്കില്ല എന്ന് പറയുമ്പോൾ പാമ്പ് പൈശാചിക തിന്മയെ സൂചിപ്പിക്കുന്നു. അത് ആ പൈശാചിക തിന്മ ആത്മാവിനെ നശിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് കർത്താവ് നമ്മളെ അതിൽ നിന്ന് പരിപാലിക്കുവാനായിട്ട്, അതിന് ആത്മാവിൻ്റെ പോഷണം നൽകുവാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നു. പാമ്പിൽ നിന്ന് രക്ഷപ്പെടുത്താനായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നു. ലൗകികമായ ആഗ്രഹങ്ങൾക്ക് പിന്നാലെ ഓടുന്നതിന് പകരം നമ്മുടെ യഥാർത്ഥ ആവശ്യങ്ങൾ അറിയുന്ന ദൈവത്തിൽ ആശ്രയിക്കുക. വിശുദ്ധനായ എഫ്രേം പറയുകയാണ്, ദൈവത്തിൻ്റെ ദാനം ശരീരത്തെ പോഷിപ്പിക്കുന്നതിലുപരി ആത്മാവിനെ ദൈവത്തിലേക്ക് ഉയർത്തുന്നുവെന്ന്. അനുഗ്രഹിക്കപ്പെട്ടവരെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4:4 അതാണ് പറയുന്നത്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് പറയുന്നത് തന്നെയാണ്. ദൈവം നൽകുന്ന ഓരോ നന്മയിൽ അവൻ്റെ കരുതൽ തിരിച്ചറിഞ്ഞ് ശരീരത്തെ പോഷിപ്പിക്കുന്ന ആഹാരത്തോടൊപ്പം ആത്മാവിനെ പോഷിപ്പിക്കുന്ന ദൈവവചനവും ദിവസവും സ്വീകരിക്കാം. വിശുദ്ധ കുർബാന, ദൈവവചനം, ഉദാശകളെല്ലാം ആത്മാവിനെ പരിപോഷിപ്പിക്കുന്നതാണ്. ഇത് 18-ാമത്തെ ചിന്ത, യാചനയിലെ ലളിതമായ സമീപനം. നിങ്ങൾ പിതാവായ മകൻ അപ്പം ചോദിക്കുമ്പോൾ കല്ല് കൊടുക്കുമെന്ന് പറയുകയാണ്. ഒരു കുഞ്ഞ് തൻ്റെ ആവശ്യം സങ്കീർണമായ വാക്കുകളില്ലാതെ നേരിട്ട് പിതാവിനോട് ചോദിക്കുന്ന പോലെ നമ്മുടെ പ്രാർത്ഥനയും കപടതയില്ലാത്തതും ലളിതവുമായിരിക്കണം. ദൈവത്തിൻ്റെ മുമ്പിൽ വലിയ വാക്കുകളെക്കാളും ആചാരങ്ങളെക്കാളും അവൻ നോക്കുന്ന സത്യസന്ധമായ ഹൃദയത്തെയാണ്. വിശുദ്ധനായ എഫ്രേം പറയുകയാണ്, കുഞ്ഞിൻ്റെ ലാളിത്യത്തോടെ ദൈവത്തെ സമീപിക്കുന്ന ഹൃദയം കൃപയുടെ വാതിക്കൽ ഭയപ്പെടുകയില്ല. ആയതുകൊണ്ട് ഒരു കുട്ടി ചോദിക്കുന്ന പോലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് ചോദിക്കാൻ നാം തയ്യാറാകണം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-7 വാക്യം പറയുകയാണ്, പ്രാർത്ഥിക്കുമ്പോൾ ജാതികളോടെന്ന പോലെ വ്യർത്ഥമായിട്ട് ആവർത്തിക്കരുത്. അതുകൊണ്ടാണ് 51-ാമത്തെ സങ്കീർത്തനം 17-ാമത്തെ വാക്യം പറയുന്നത്, ദൈവത്തിൻ്റെ ബലികൾ എന്ന് പറയുന്നത് തകർന്ന ഹൃദയവും നുറുങ്ങിയിരിക്കുന്ന ഹൃദയവുമാണ്. തകർന്ന ആത്മാവും നുറുങ്ങിയ ഹൃദയത്വമാണ്. ദൈവം അതുകൊണ്ട് നമ്മളെ നിരസിക്കുന്നില്ല എന്ന് പറയുകയാണ്. നമ്മുടെ യഥാർത്ഥ ആവശ്യങ്ങളും വികാരങ്ങളും ലളിതമായി അവനോട് പറയാം. കുഞ്ഞു പിതാവിനോട് സംസാരിക്കുന്ന സ്വാഭാവികതയോടെ ദൈവത്തെ സമീപിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന കൂടുതൽ സത്യസന്ധയും ആഴമുള്ളതുമായി മാറും. 19-ാമത്തെ ചിന്ത, ഹാനികരമായി നൽകാത്ത സ്വർഗീയ കരുതൽ, ഹെവൻലി കെയർ ദാറ്റ് ഡസ് നോട്ട് ഗീവ് ഹാംഫുൾ തിങ്സ്. മുട്ടയ്ക്ക് പകരം തേളിനെ നൽകുന്നത് സ്നേഹമുള്ള പിതാവിൻ്റെ സ്വഭാവമല്ല. അതുപോലെ നമ്മുടെ സ്വർഗീയ പിതാവ് നമ്മെ നശിപ്പിക്കാനും
നശിപ്പിക്കുന്നതൊന്നും സ്നേഹത്തോടെ നൽകുകയില്ല. നാം ചോദിക്കുന്ന ചില കാര്യങ്ങൾ നമുക്ക് നല്ലതാണെന്ന് തോന്നിയാൽ അവയുടെ പിന്നിൽ അപകടം ദൈവം കാണുന്നതിനാൽ അവൻ ചിലപ്പോൾ അത് തടയുന്നു. നമുക്ക് തേള് പോലെ തോന്നുന്ന ഒരു മറുപടിയിലും നമ്മെ സംരക്ഷിക്കുന്ന പിതാവിൻ്റെ സ്നേഹഹസ്തമുണ്ടെന്ന് വിശ്വസിച്ച് ദൈവത്തിൽ സമാധാനത്തോടെ ആശ്രയിക്കണം. പ്രിയമുള്ളവർ, നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം, കടിച്ച് പരിക്കേൽപ്പിക്കുന്ന തേളിന് പകരം ജീവന്റെ പ്രതീകമായ മുട്ട നൽകാൻ ഒരപ്പനും തയ്യാറാകാത്തതുപോലെ ദൈവം തൻ്റെ മക്കൾക്ക് വേദനയോ നാശമോ വരുത്തി വയ്ക്കില്ല. അത് നാം മറന്നു പോകരുത്. വിഷം ചുറ്റുന്ന തേളിനെ പോലെ നമ്മുടെ ആത്മീയ ജീവിതത്തെ നശിപ്പിക്കുന്ന പാപകരമായ ശീലങ്ങളെ ദൈവം ഒരിക്കലും നമ്മിലേക്ക് എത്തിക്കില്ല. നമ്മൾ അറിയാതെ ചെയ്തു പോകുന്ന തെറ്റുകളിൽ നിന്നും ആപത്തുകളിൽ നമ്മെ അവിടുന്ന് അത്ഭുതകരമായി സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. 20ാമത്തെ ചിന്ത, പരിശുദ്ധാത്മാവെന്ന പരമോന്നത ദാനത്തെ കാണുവാൻ സാധിക്കും. പ്രിയമുള്ളവരെ, ഇവിടെ നമുക്ക് വേദഭാഗം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്ന, തന്നോട് യാചിക്കുന്നവർക്ക് സ്വർഗത്തിൽ നിന്ന് നിങ്ങളുടെ പിതാവ് പരിശുദ്ധാത്മാവിനെ എത്ര അധികമായി നൽകുമെന്ന് പറയുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ ദാനം നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാകണം. പരിശുദ്ധാത്മാവ് നമ്മുടെ ബലഹീനതയിൽ താങ്ങും, ആശയക്കുഴപ്പത്തിൽ വഴികാട്ടും, പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കുകയും ക്രിസ്തുവിനോട് കൂടുതൽ അടുപ്പിക്കുകയും ചെയ്യുകയാണ്. വിശുദ്ധനായ അപ്രയം പറയുകയാണ്, പരിശുദ്ധാത്മാവ് ഹൃദയത്തിൽ വസിക്കുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ പ്രകാശം തെളിയുന്നു. യോഹന്നാൻ 14:26, സഹായകനായ പരിശുദ്ധാത്മാവ് നിങ്ങളെ സകലവും പഠിപ്പിക്കുകയും അവൻ നിങ്ങളോട് പറഞ്ഞതൊക്കെ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവെന്നാണെന്ന് യോഹന്നാൻ നമ്മൾ അവിടെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് റോമർ 8:26 പറയുന്നത്, ആത്മാവിനെ ഉച്ചരിക്കാനാകാത്ത ഞെരുക്കൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നുവെന്ന്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും ശക്തിയും ജ്ഞാനവും ദിവസവും ചോദിക്കണം. എല്ലാ ദാനങ്ങളുടെ ഉറവിടമായ പരിശുദ്ധാത്മാവിനെ ജീവിതത്തിൽ സ്വീകരിക്കുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നടക്കാനുള്ള ഏറ്റവും വലിയ അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നു. 21ാമത്തെ ചിന്ത, യാചിക്കുന്നവർക്ക് അല്ലെങ്കിൽ വിളിച്ചപേക്ഷിക്കുന്നവർക്കുള്ള വാഗ്ദത്തം പറയുന്നത്, പ്രോമിസ് ഫോർ ദോസ് ഹു ആസ്ക്. ദൈവം വിളിച്ചപേക്ഷിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവ് നൽകുന്ന, അല്ലെങ്കിൽ യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവ് നൽകുമെന്ന് വാഗ്ദാനം ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, ഇവിടെ കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു വിളിക്കാനുള്ള, യാചിക്കാനുള്ളൊരു മനസ്സ് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. പരിശുദ്ധാത്മാവിനെ ലഭിക്കുവാനായിട്ട് നമ്മൾ വിളിക്കുന്നുണ്ടോ? നാം വിശ്വാസത്തോടെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ദൈവം തൻ്റെ വാഗ്ദത്തം മറക്കുകയില്ല എന്ന് പറയുകയാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14:16 പറയുകയാണ്, അവൻ മറ്റൊരു സഹായം നിങ്ങൾക്ക് തരും, അവൻ എന്നേക്ക് നിങ്ങളോട് കൂടി ഇരിക്കേണ്ടത് തന്നെ. ദൈവത്തിൻ്റെ വാഗ്ദത്തത്തെ സംശയിക്കാതെ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഞാൻ വിശ്വാസത്തോടെ വിളിച്ചപേക്ഷിക്കും, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിനായി കാത്തിരിക്കും, ദൈവം തൻ്റെ വാഗ്ദത്തം നിറവേറ്റും എന്ന ഉറച്ച പ്രത്യാശയിൽ നമുക്ക് നിലനിൽക്കാം. നമ്മൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ലഭിക്കുവാനായിട്ട് അവനെ വിളിക്കുക, അവനെ വിളിക്കാൻ തയ്യാറാവുക, അവനെ ഇറങ്ങി വരും. 22ാമത്തെ ചിന്ത, ദോഷികളായ മനുഷ്യരും പരിശുദ്ധനായ ദൈവവും തമ്മിലുള്ള വ്യത്യാസം. ദ കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ പ്രൗഡ് ഹ്യൂമൻസ് ആൻഡ് ഹോളി ഗോഡ്. നമ്മുടെ നന്മ പരിമിതവും ദൗർബല്യവും നിറഞ്ഞതാണെങ്കിലും ദൈവത്തിൻ്റെ സ്നേഹവും നന്മയും പൂർണ്ണവും പരിശുദ്ധവുമാണ്. നാം പലപ്പോഴും തെറ്റിപ്പോകുന്നവരായിട്ട് മക്കൾക്ക് നല്ലത് നൽകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധനായ ദൈവം തൻ്റെ മക്കളോട് എത്രയധികം നന്മ കാണിക്കുമെന്ന് യേശു നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ആയതുകൊണ്ട് ദോഷികളായ മനുഷ്യരും നമ്മുടെ നന്മയ്ക്കായിട്ട് നിൽക്കില്ല. ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തിൽ ചുറ്റുവട്ടത്തൊക്കെ ദോഷികളായ മനുഷ്യരെ കാണുവാൻ സാധിക്കും, നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ ദേവാലയത്തിൽ, നമ്മുടെ ജോലി സ്ഥലത്തൊക്കെ. എന്നാൽ പിതാവ് ആയ ദൈവം ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തനാണ്. അവൻ നമ്മളെ കരുതുന്നു, സ്നേഹിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ കുറവുകളെ കണ്ട് നിരാശപ്പെടാതെ നമ്മുടെ അപൂർണതകളെ ദൈവത്തിൻ്റെ പൂർണ്ണമായ കൃപയിൽ സമർപ്പിക്കണം. നമ്മുടെ നന്മ പരിമിതമാണെങ്കിലും നമ്മെ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ നന്മ അനന്തമാണെന്ന് വിശ്വസിച്ച് താഴ്മയോടും വിശ്വാസത്തോടും കൂടി അവൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. 23ാമത്തെ ചിന്ത, സംസാരിക്കാൻ കഴിയാത്ത ആത്മീയ നിശബ്ദത. സ്പിരിച്വൽ സൈലൻസ് ദാറ്റ് പ്രിവെന്റ്സ് സ്പീച്ച്. ഇവിടെ അടുത്ത വാക്യം വളരെ എൻ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ചിന്തയാണ് കൊണ്ടുപോകുന്നത്. സംസാരിക്കാൻ കഴിയാത്ത മൂകനായ ഒരു ബോധത്തെ പുറത്താക്കുകയാണ്. പുറമേക്ക് നിശബ്ദയാണ് തോന്നുന്നെങ്കിലും ചില ആത്മീയ ബന്ധനങ്ങൾ മനുഷ്യൻ്റെ സാക്ഷ്യപ്പെടുത്താനുള്ളവയെയും വായയും പ്രാർത്ഥിക്കുവാനുള്ള നാവിനെയും പൂർണ്ണമായി അടച്ചു കളയാണ്.
ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചോ വചനത്തെക്കുറിച്ചോ മറ്റുള്ളവരോട് പറയാൻ കഴിയാത്ത വിധം ആത്മാവിൻ്റെ ഒരു മൂകത അനുഭവപ്പെടുന്ന ഒരവസ്ഥയാണ്. ഈ നിശബ്ദതയെ തകർക്കുവാനായിട്ട് നമുക്ക് തയ്യാറാകണം. അത് ദൈവത്തോട് പ്രാർത്ഥിക്കണം. കർത്താവേ, മൂകനമായ ആത്മാവിനെ, ദുഷ്ടാത്മാവിനെ പുറത്താക്കി അതേ കരം എൻ്റെ മേൽ വെക്കണമേ. ഞാൻ നിശബ്ദനായിരിക്കുകയാണ്, ഡിപ്രസ്ഡ് ആയിരിക്കുകയാണ്, വിഷമമുണ്ട്, പ്രയാസമുണ്ട്. നിൻ്റെ പരിശുദ്ധാത്മാവിനെ അയച്ച് എന്നെ ബലപ്പെടുത്തണമേ. നീ എനിക്ക് സൗഖ്യം നൽകണമേ. എൻ്റെ ശരീരത്തിൻ്റെ മനസ്സിൻ്റെ അവസ്ഥകളെല്ലാം മാറിപ്പോകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഇത്തരം മരവിപ്പുകളെ മാറ്റാൻ ദൈവത്തിൻ്റെ ഇടപെടൽ വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് 51-ാമത്തെ സങ്കീർത്തനം 15-ാമത്തെ വാക്യം പറയുന്നത്, കർത്താവ് എൻ്റെ അധരങ്ങളെ എനിക്ക് തുറക്കണം, എൻ്റെ വായ് നിൻ്റെ സ്തുതികളെ പാടുമെന്ന് പറയുന്നത്. യേശു നമ്മുടെ ഹൃദയത്തിലെ ബന്ധനങ്ങൾ അഴിച്ചാൽ അടഞ്ഞ അധരങ്ങൾ വീണ്ടും തുറന്ന് ദൈവത്തിൻ്റെ സ്നേഹവും മഹത്വവും ധൈര്യത്തോടെ പ്രഖ്യാപിക്കും. അതുകൊണ്ട് പ്രാർത്ഥനയെയും സാക്ഷ്യത്തെയും അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ആത്മീയതയെ തടയുന്ന എല്ലാ നിശബ്ദതയിൽ നിന്ന് വിടുവിക്കാനായിട്ട് ദൈവസന്നിധിയിൽ നമുക്ക് അപേക്ഷിക്കാം. പ്രിയമുള്ളവരെ, 24-ാമത്തെ ചിന്ത, യേശുവിൻ്റെ വിടുതൽ നൽകുന്ന അത്ഭുത ശക്തി. ദ മിറക്കുലസ് പവർ ഓഫ് ജീസസ് ദാറ്റ് ബ്രിങ്സ് ഡെലിവറൻസ്. മനുഷ്യർക്ക് പരിഹരിക്കാൻ കഴിയാത്ത ബന്ധനങ്ങളുടെ മുമ്പിലും യേശുവിൻ്റെ ശക്തിക്ക് വിടുതൽ നൽകാൻ കഴിയും. വർഷങ്ങളായി അടഞ്ഞുകിടക്കുന്ന ജീവിതത്തിൻ്റെ വാതിലുകൾ പോലും യേശുവിൻ്റെ ഒരു ഇടപെടലിലൂടെ തുറക്കപ്പെടാം. വിശുദ്ധനായ നിനവയിലെ ഇസഹാക്ക് പറയുകയാണ്, ദൈവത്തിൻ്റെ ശക്തിക്ക് അസാധ്യമെന്ന് തോന്നുന്നിടത്താണ് മനുഷ്യൻ്റെ പ്രത്യാശ വീണ്ടും ജനിക്കുന്നത്. അതുകൊണ്ട് കർത്താവ് നമുക്ക് വിടുതൽ നൽകും. മനുഷ്യർ പറഞ്ഞു നടക്കില്ല, പക്ഷെ ദൈവം പറയുകയാണ് നടക്കും. മർക്കോസ് 10:27, മനുഷ്യരിൽ അസാധ്യമായ ദൈവത്തിന് സാധ്യമാണ്. ദൈവസന്നിധിയിലേക്ക് ചേർന്ന് നിൽക്കുമ്പോൾ യേശു എനിക്ക് നൽകിയ വിടുതൽ എൻ്റെ ജീവിതത്തിൽ മാത്രം ഒതുങ്ങാതെ മറ്റുള്ളവർക്ക് പ്രത്യാശ നൽകുന്ന സാക്ഷ്യമായി മാറട്ടെ എന്ന് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ തീരുമാനമെടുക്കാം, അതിനുവേണ്ടി യത്നിക്കാം. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ അസാധ്യമായ സാഹചര്യങ്ങളിലും യേശുവിൻ്റെ വിടുതൽ നൽകുന്ന ശക്തിയിൽ ഞാൻ ഉറച്ച് വിശ്വാസം വയ്ക്കണം. 25-ാമത്തെ ചിന്ത, ഒരേ അത്ഭുതം, രണ്ട് വ്യത്യസ്തമായ കാഴ്ചകൾ. 1 miracle 2 different views. ഇവിടെ യേശു ചെയ്ത ഒരേ അത്ഭുതം ഒരാൾക്ക് അനുഗ്രഹമായി തോന്നിയപ്പോൾ മറ്റൊരാൾ അതിൽ കുറ്റം കണ്ടെത്തുകയാണ്. അത്ഭുതത്തിൻ്റെ മഹത്വത്തെക്കാൾ അത് കാണുന്ന നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥയാണ് ഈ പ്രതികരണത്തെ നിർണ്ണയിക്കുന്നത്. വിശുദ്ധനായ അപ്പറം പറയുകയാണ്, ശുദ്ധമായ ഹൃദയം ദൈവത്തിൻ്റെ പ്രവൃത്തികളിൽ പ്രകാശം കാണുന്നു, സംശയമുള്ള ഹൃദയം അതേ പ്രകാശത്തിൽ കുറ്റം അന്വേഷിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ വിശുദ്ധ യോഹന്നാൻ 12-ാം അധ്യായത്തിൽ അതുകൊണ്ട് പറയുന്നത്, അവൻ നമ്മുടെ മുമ്പിൽ ഇത്രയും അടയാളങ്ങൾ ചെയ്തിട്ടും അവർ അവനിൽ വിശ്വസിച്ചില്ല എന്ന് 37-ാമത്തെ വാക്യത്തിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. ദൈവത്തെ സ്തുതിക്കുന്ന ഹൃദയമാണ് നമുക്ക് വേണ്ടത്. ഒരേ അത്ഭുതത്തെ കാണുന്ന 2 കണ്ണുകളിൽ അനുഗ്രഹം തിരിച്ചറിഞ്ഞ വിശ്വാസത്തിൻ്റെ കണ്ണുകളായിരിക്കണം നമ്മുടേത്. ഒരിക്കലും ഒരു അനുഗ്രഹത്തെ അല്ലെങ്കിൽ ഒരു അത്ഭുതത്തെ ദുഷ്ടലാക്കോടുകൂടി കാണരുത്. കുറ്റം കണ്ടെത്തരുത്, അസൂയ കണ്ടെത്തരുത്, അസൂയപ്പെടരുത്. ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനായിട്ട് സാധിക്കണം. 26-ാമത്തെ ചിന്ത, തെറ്റായ ആരോപണം. യേശു ഒരു മനുഷ്യനെ വിടുവിച്ചു, എന്നാൽ അതിനെ ബേൽസബൂബിനെ കൊണ്ട് സഹായത്താൽ ഭൂതത്തെ പുറത്താക്കുന്നു എന്നാണ് ഇവിടെ അവർ കുറ്റപ്പെടുത്തുന്നത് കൂടെയുള്ള ചിലർ. ദൈവത്തിൻ്റെ പ്രവൃത്തിയെ മനസ്സിലാക്കാതെ വിധിക്കുന്നതാണ് തെറ്റായ ആരോപണത്തിൻ്റെ അപകടം എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്ന തെറ്റായിട്ട് നമ്മൾ ഒരു കാര്യത്തെ വിധിക്കരുത്. സത്യത്തെ അന്വേഷിച്ച് ദൈവത്തിൻ്റെ പ്രവൃത്തിയെ തിരിച്ചറിഞ്ഞ ഹൃദയമാണ് നമുക്ക് വേണ്ടത്. ഒരു കാര്യം കാണുമ്പോൾ അതിനെ തെറ്റായ കണ്ണുകളോടുകൂടി നമ്മളൊരു കാരണവശാലും അതിനെ വ്യാഖ്യാനിക്കരുത്. തെറ്റായ കണ്ണുകളോടുകൂടി ഒരു കാരണവശാലും അതിനെ വ്യാഖ്യാനിക്കരുത്. ദൈവസന്നിധിയിലേക്ക് ചേർന്ന് നിൽക്കുമ്പോൾ നേരായ മാർഗത്തിലൂടെ പോവുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 27-ാമത്തെ ചിന്ത, വിവേകത്തിൻ്റെ അഭാവം, ലാക്ക് ഓഫ് ഡിസേൺമെൻറ്റ്, വിവേകത്തിൻ്റെ അഭാവം. യേശുവിൻ്റെ അത്ഭുതം കണ്ടിട്ടും അവൻ്റെ ശക്തിയുടെ യഥാർത്ഥമായ ഉറവിടം തിരിച്ചറിയാൻ അവർക്ക് കഴിഞ്ഞില്ല. വിവേകമില്ലാത്ത ഹൃദയം ദൈവത്തിൻ്റെ പ്രവൃത്തിയെ പോലും തെറ്റായി വ്യാഖ്യാനിച്ചേക്കാം. നിനവയിലെ വിശുദ്ധ ഐസക് പറയുകയാണ്, ശുദ്ധമായ ഹൃദയത്തിൽ വിവേകം പ്രകാശിക്കുന്നു. ഹൃദയം ശുദ്ധമാകുമ്പോൾ സത്യം വ്യക്തമായി കാണപ്പെടുന്നു. പ്രിയമുള്ളവരെ, വെളിച്ചത്തിൽ കാര്യങ്ങളെ തിരിച്ചറിയാനുള്ള, ദൈവത്തിൻ്റെ വെളിച്ചത്തിൽ കാര്യങ്ങളെ തിരിച്ചറിയാനുള്ള ആത്മീയ വിവേകം നാം അന്വേഷിക്കണം. അതുകൊണ്ട് ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. നിന്റെ ജ്ഞാനം കൊണ്ട് എന്നെ നിറയ്ക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. വിശുദ്ധ വചനം കാണുന്നുണ്ട്.
പരിശുദ്ധാത്മാവിൻ്റെ വെളിച്ചത്തിൽ സത്യവും തെറ്റും തിരിച്ചറിയുന്ന ഹൃദയം നമുക്കുണ്ടാകണം. പരിശുദ്ധാത്മാവിൻ്റെ സഹായം ചോദിച്ച് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. വിവേകത്തിൻ്റെ ആത്മാവ് നമ്മിൽ പ്രവർത്തിക്കുവാനായിട്ട് പരിശുദ്ധാത്മാവിനോട് കേണപേക്ഷിക്കാം. 28ാമത്തെ ചിന്ത ദുഷ്ടതയുമായി യേശുവിനെ ബന്ധിപ്പിക്കുകയാണ്. അവൻ ഭൂതങ്ങളെ പുറത്താക്കുന്ന ബേൽസബൂബിൻ്റെ സഹായത്താലാണെന്ന് പറയുമ്പോൾ യേശു ദുഷ്ടശക്തിയെ പരാജയപ്പെടുത്തുമ്പോൾ ചിലർ അവൻ്റെ പ്രവൃത്തിയെ തന്നെയാണ് ദുഷ്ടശക്തിയുമായി ബന്ധിപ്പിച്ചത്. ദൈവത്തിൻ്റെ വിശുദ്ധ പ്രവൃത്തിയെ ഇരുട്ടിൻ്റെ ശക്തിയുമായി കൂട്ടിച്ചേർക്കുന്നത് ആത്മീയ അന്ധതയുടെ ഗുരുതരമായ ഉദാഹരണമാണ്. അലക്സാന്ദ്രിയ വിശുദ്ധരായ എത്താനാസിയസ് പറയുകയാണ്, പ്രകാശം ഇരുട്ടുമായി ചേരുകയില്ല. ക്രിസ്തുവിൽ സത്യത്തിൻ്റെ പ്രകാശം ഒരിക്കലും ഇരുട്ടിൻ്റെ ഉറവിടത്തിൽ നിന്നല്ല. അതുകൊണ്ട് യേശുവിൻ്റെ പ്രവർത്തികൾ നമ്മൾ മനുഷ്യരുടെ തെറ്റായ ആരോപണങ്ങളോടെ വിലയിരുത്താതെ ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ തിരിച്ചറിയണം. ഒരു അത്ഭുതം നടന്നിട്ടുണ്ടെങ്കിൽ, ഒരു നന്മ കിട്ടിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ജീവിതത്തിൽ സമൃദ്ധി ലഭിച്ചിട്ടുണ്ടെങ്കിൽ ക്രിസ്തുവിൽ പ്രവർത്തിക്കുന്ന നന്മയും വിശുദ്ധിയും തിരിച്ചറിയാൻ നമ്മുടെ ആത്മീയ കണ്ണുകൾ തുറക്കുകയും ഇരുട്ടിനെ പ്രകാശത്തിൽ നിന്ന് വേർതിരിച്ചറിയുകയും ചെയ്യണം. ആ നന്മയെ, ആ സമൃദ്ധിയെ നമ്മൾ ഒരു കാരണവശാലും അങ്ങനെ ലഭിച്ചത് കൊണ്ടാണ്, അദ്ദേഹം സഹായിച്ചത് കൊണ്ടാണ്, അല്ലെങ്കിൽ അതേ ഞാൻ നേടിയെടുത്തോളൂ അല്ല, ദൈവത്തിൻ്റെ കൃപയാണ്, ദൈവം നൽകിയതാണ്, ദൈവത്തിൻ്റെ ദാനമാണെന്ന് നാം എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയും ആ ഒരു മനോഭാവത്തോടെ ആയിരിക്കുകയും ചെയ്യണം. 29ാമത്തെ ചിന്ത ദൈവത്തിൻ്റെ പ്രവർത്തനത്തെ സംശയിക്കുന്നത് അപകടകരമായ ഒരു കാര്യമാണ്. ഡേഞ്ചറസ് ടു മിസ്ജഡ്ജ് ഗോഡ്സ് വർക്ക്. യേശു മനുഷ്യനെ വിടുവിച്ച അത്ഭുതത്തെ സംശയിച്ചതിനെ ദുഷ്ടശക്തിയുമായി ബന്ധിപ്പിച്ചത് ആത്മീയ തെറ്റായിരുന്നു. അതോടൊപ്പം തന്നെ ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകുന്ന എല്ലാ കരുണകൾക്കും അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും സംശയത്തോടു കൂടി നിൽക്കരുത്. അതിനെ സംശയിക്കുന്നത്, ദൈവത്തിൻ്റെ ദാനത്തെ സംശയിക്കുന്നത് വലിയ അപകടകരമായ കാര്യമാണ്. നമ്മുടെ സംശയങ്ങൾ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ മറച്ചു കളയാതെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന വിവേകമുള്ള ഹൃദയത്തോടെ അവൻ്റെ പ്രവൃത്തിയെ തിരിച്ചറിയണം. അതുകൊണ്ട് ദൈവത്തിൻ്റെ പ്രവൃത്തിയെ വേഗത്തിൽ വിധിക്കാതെ പരിശുദ്ധാത്മാവിൻ്റെ വെളിച്ചത്തിൽ സത്യം തിരിച്ചറിയാൻ നാം ശ്രമിച്ചുകൊണ്ടിരിക്കണം. തിന്മയെ നന്മയെന്നും നന്മയെ തിന്മയെന്നും പറയുന്നവർക്ക് അയ്യോ കഷ്ടമെന്നാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 20ാമത്തെ വാക്യം പറയുന്നത്. 30ാമത്തെ ചിന്ത മറ്റൊരാളുടെ മോചനം നമുക്ക് അസ്വസ്ഥതയാകരുത്. ഒരു മനുഷ്യൻ യേശുവിലൂടെ മോചിതനായത് സന്തോഷിക്കേണ്ട വലിയ അനുഗ്രഹമായിരുന്നു. എന്നാൽ ചിലർ ആ മോചനത്തിൽ സന്തോഷിക്കാതെ യേശുവിനെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. സ്വർണ്ണനാവുകാരനായ വിശുദ്ധ ഈവാനിയോസ് പറയുകയാണ്, സഹോദരൻ്റെ നന്മയിൽ സന്തോഷിക്കുന്ന ഹൃദയം സ്നേഹത്തിൻ്റെ സമ്പത്ത് വെളിപ്പെടുത്തുന്നു എന്നാണ്. മറ്റൊരാളുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത നന്മയിൽ സന്തോഷിക്കുകയും ആ അനുഗ്രഹത്തിനായി ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്ന ഒരു ഹൃദയം നമുക്കുണ്ടാകണം. ഒരു കാരണവശാലും ദൈവസന്നിധിയിലേക്ക് ചേർന്ന് നിൽക്കുമ്പോൾ ആർക്കെങ്കിലും ഒരു നന്മ ലഭിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു അനുഗ്രഹം ലഭിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് അസ്വസ്ഥമാകരുത്. അവനെ അനുഗ്രഹിച്ചതിന് ദൈവത്തോട് നന്ദി പറയുക. അതാണ് യഥാർത്ഥമായ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. ഒരാൾ ആത്മീയമായി ഉയർന്നിട്ടുണ്ടെങ്കിൽ, ഭൗതികമായി ഉയർന്നിട്ടുണ്ടെങ്കിൽ അസൂയപ്പെടരുത്. അതുകൊണ്ടാണ് സ്വർണ്ണനാവ് യോഹന്നാൻ പറയുന്നത്, സഹോദരൻ്റെ നന്മയിൽ സന്തോഷിക്കുന്ന ഹൃദയം ദൈവത്തിൻ്റെ സമ്പത്ത് വെളിപ്പെടുത്തുന്നു എന്നാണ്. റോമർ 12:15 സന്തോഷിക്കുന്നവരോടൊപ്പം സന്തോഷിക്കാൻ പറയാണ്, കരയുന്നവരോടൊപ്പം കരയുവാനായിട്ട്. നമുക്ക് സന്തോഷിക്കുന്നവരോടൊപ്പം സന്തോഷിക്കാൻ നമ്മുടെ മനസ്സ് സാധ്യമാകുന്നുണ്ടോ എന്ന് ചിന്തിക്കണം. അതിനുവേണ്ടി നമ്മുടെ മനസ്സിനെ പരുവപ്പെടുത്തണം. 31ാമത്തെ ചിന്ത യേശുവിനെക്കുറിച്ചുള്ള തെറ്റായ വാക്കുകൾ പോലും അവൻ്റെ പ്രവൃത്തി നിർത്തിയില്ല. ചിലപ്പോൾ യേശുവിനെതിരായ തെറ്റായ ആരോപണം ഉന്നയിച്ചപ്പോൾ യേശു നന്മ ചെയ്ത് നിർത്തിയില്ല. നമ്മൾക്കെതിരായ തെറ്റായ വാക്കുകൾ ചില മനുഷ്യർ ഉപയോഗിക്കും, തെറ്റായ പ്രവർത്തനം നടത്തും. പക്ഷേ നന്മയുടെ വഴി നമ്മൾ ഒരിക്കലും നശിപ്പിച്ചു കളയരുത്. മനുഷ്യരുടെ നാവുകൾ കുറ്റപ്പെടുത്തിയാലും നന്മ ചെയ്യുന്ന കൈകൾ നിർത്തരുതെന്നാണ് വിശുദ്ധ അപ്രയം പറയുന്നത്. ഗലാത്യർ 6:9 അതാണ് പറയുന്നത്, നന്മ ചെയ്യുന്നതിൽ നാം അടുത്തു പോകരുത്. മത്തായിയുടെ സുവിശേഷം 5:16 നിങ്ങളുടെ വെളിച്ചം മനുഷ്യരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ എന്നാണ്. അതുകൊണ്ട് നമ്മെക്കുറിച്ചുള്ള തെറ്റായ സംസാരങ്ങൾ പോലും പ്രതികാരത്തിൽ സമയം കളയാതെ നന്മ ചെയ്യുന്നതിൽ സ്ഥിരത പുലർത്തണം. മനുഷ്യരുടെ വാക്കുകൾ മാറിയാലും ദൈവം ഏൽപ്പിച്ച നന്മയുടെ ദൗത്യത്തിൽ നാം വിശ്വസ്തരായി തുടരണം. 32ാമത്തെ ചിന്ത നല്ലത് കണ്ടപ്പോൾ നന്ദി പറയാൻ പഠിക്കണം. ലേൺ ടു ഗീവ് താങ്ക്സ് വെൻ യു സീ ഗുഡ്. യേശു ചെയ്ത നന്മകൾ കണ്ടപ്പോൾ നന്ദി പറയാൻ, ദൈവത്തെ മഹത്വപ്പെടുത്താൻ അവർ കഴിയുമായിരുന്നു. എന്നാൽ ചിലർ അനുഗ്രഹം കാണാതെ അതിൽ കുറ്റം കണ്ടെത്തി. അതുകൊണ്ട് നാം കാണുന്നതിനേക്കാൾ നമ്മുടെ ഹൃദയത്തിൻ്റെ നിലപാടാണ് പ്രധാനമെന്ന് ഈ സംഭവം നമ്മൾ പഠിപ്പിക്കുകയാണ്.
സ്വർണ്ണനാവുകാരനായ വിശുദ്ധ ഇവാനിയോസ് പറയുകയാണ്, നന്ദിയുള്ള ഹൃദയം ചെറിയ അനുഗ്രഹത്തിലും വലിയ ദൈവസ്നേഹം കാണുകയാണ്. അതുകൊണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തിലും നമ്മുടെ സ്വന്തം ജീവിതത്തിലും ദൈവം ചെയ്യുന്ന നന്മകളെ ശ്രദ്ധിച്ച് നന്ദി പറയാൻ പഠിക്കണം. ദിവസവും ദൈവത്തിൻ്റെ നന്മകൾ എണ്ണുന്ന ഹൃദയം വളർത്തണം. അപ്പോൾ പരാതിക്ക് പകരം സ്തോത്രവും കുറ്റപ്പെടുത്തലിന് പകരം ദൈവമഹത്വവും നമ്മുടെ ജീവിതത്തിൽ നിറയും. നല്ലത് കണ്ടപ്പോൾ നന്ദി പറയാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ലേൺ ടു ഗീവ് താങ്ക്സ് വെൻ യു സീ ഗുഡ്. ദൈവസന്നിധിയിലേക്ക് ചേർന്ന് നിൽക്കുമ്പോൾ, ദൈവവുമായിട്ടുള്ള ബന്ധത്തിലായിരിക്കുമ്പോൾ ദൈവത്തോട് നമുക്ക് നന്ദി പറയണം. ചെയ്തു കിട്ടിയ ജീവിതത്തിൽ പ്രവർത്തിച്ച എല്ലാ അത്ഭുതങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും സഹായങ്ങൾക്കും കരുണകൾക്കും ദൈവത്തോട് എപ്പോഴും ഇടപെടാതെ നന്ദി കരയറ്റണം. സങ്കീർത്തനം 103:2 പറയാണ്, കർത്താവിൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. 1 തെസ്സലോനിക്കർ 5:18 എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവാൻ പറയുകയാണ്. 33-ാമത്തെ ചിന്ത, പരീക്ഷിക്കുന്ന മനോഭാവം, ദി ആറ്റിറ്റ്യൂഡ് ഓഫ് ടെസ്റ്റിംഗ്. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എങ്ങനെയാണ്? വേറെ ചിലർ തന്നെ പരീക്ഷിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്നൊരു അടയാളം ആവശ്യപ്പെടുകയാണ്. യേശുവിനെ വിശ്വസിക്കാൻ വേണ്ടിയല്ല, അവനെ പരീക്ഷിക്കാനാണ് സ്വർഗത്തിൽ നിന്ന് പ്രത്യേക അടയാളം ആവശ്യപ്പെട്ടത്. അവിശ്വാസത്തിൻ്റെ ഹൃദയകാഠിന്യത്തിൻ്റെ ലക്ഷണമാണ് തെളിവ് ആവശ്യപ്പെടുന്നത് ദൈവം ചെയ്ത അത്ഭുതങ്ങൾക്ക്. വിശ്വാസമുള്ള ഹൃദയം ദൈവത്തിൻ്റെ പ്രവൃത്തിയിൽ അടയാളം കണ്ടെത്തുകയാണ്. അവിശ്വാസമുള്ള ഹൃദയം അടയാളത്തിനുള്ളിലും സംശയം അന്വേഷിക്കുന്നു എന്നാണ് വിശുദ്ധനായ അപ്രയം പറയുന്നത്. സങ്കീർത്തനം 78:41 പറയുന്നുണ്ട്, അവർ വീണ്ടും വീണ്ടും ദൈവത്തെ പരീക്ഷിച്ചു എന്നാണ്. യോഹന്നാൻ 20:29 കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ. അടയാളങ്ങൾ കാണുമ്പോഴേ വിശ്വസിക്കൂ എന്നല്ല, ദൈവത്തെ വിശ്വസിക്കുന്നതിനാൽ അവൻ്റെ പ്രവൃത്തികളെ അടയാളം തിരിച്ചറിയുന്ന ഹൃദയമാണ് നമുക്ക് വേണ്ടത്. ഒരു കാരണവശാലും പരീക്ഷിക്കുന്ന മനോഭാവം നമുക്കുണ്ടാകരുത്. ദൈവത്തിൻ്റെ പ്രവൃത്തി അന്ധമായി വിശ്വസിക്കുക. 34-ാമത്തെ ചിന്ത, ദൈവം നമ്മുടെ പരീക്ഷ പാസ്സാകേണ്ടവനല്ല. ഗോഡ് ഡസ് നോട്ട് ഹാവ് ടു പാസ് അവർ ടെസ്റ്റ്. ചിലർ യേശുവിനെ വിശ്വസിക്കുന്നതിന് മുമ്പ് അവൻ തങ്ങളുടെ ആവശ്യപ്പെട്ട പരീക്ഷ പാസ്സാകണമെന്ന് ആഗ്രഹിക്കുകയാണ്. ദൈവം നമ്മുടെ പരീക്ഷയ്ക്ക് വിധേയനാകേണ്ടവനല്ല, അവനാണ് സത്യത്തിൻ്റെ മാനദണ്ഡം. നാം അവൻ്റെ മുമ്പിൽ നിൽക്കുന്നവരാണ്. നിനവേലെ വിശുദ്ധ ഇസഹാക്ക് പറയുകയാണ്, താഴ്മയുള്ള ഹൃദയം ദൈവത്തോട് തെളിവ് ആവശ്യപ്പെടുന്നില്ല, ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെ ധനം എത്ര അഗാധമാണ്. സദൃശവാക്യങ്ങൾ 3:7 പറയുന്നതാണ്, സ്വന്തം കണ്ണിൽ നീ ജ്ഞാനിയായിരിക്കരുത്. കർത്താവിനെ ഭയപ്പെട്ട് തിന്മ വിട്ടുമാറുക. നമ്മൾ ദൈവത്തിൻ്റെ സത്യത്തെ നമ്മുടെ ചെറിയ ബുദ്ധി കൊണ്ട് അളന്ന് പരീക്ഷിക്കുന്ന നമ്മുടെ പരീക്ഷ കർത്താവ് പാസ്സാകുകയാണ്. ആ മനോഭാവം വിട്ടുകളയുക. വിനയത്തോടെ അവൻ്റെ മുമ്പിൽ വരണം. ദൈവത്തെ പരീക്ഷിക്കുന്നവരായല്ല, ദൈവത്തിൽ വിശ്വസിക്കുന്ന മക്കളായി അവൻ്റെ മുമ്പിൽ നിൽക്കാൻ തയ്യാറാകണം. ദൈവം എനിക്കത് ചെയ്തു തരുമോ? അത് ചെയ്തു തന്നിട്ടുണ്ടെങ്കിൽ ഞാനിത് ചെയ്തു തരാം. ഉപാധികൾ വയ്ക്കുകയാണ്. നമ്മുടെ പരീക്ഷയ്ക്ക് എഴുതാനായിട്ട് അവനെ ഒരുക്കുകയാണ്. അത് പൈശാചികമായ പ്രവർത്തനമാണ്. ദൈവത്തിൻ്റെ മുമ്പിൽ വിശ്വസിക്കുന്ന വിനയപ്പെട്ട മക്കളായി നമുക്ക് മാറുക. 35-ാമത്തെ ചിന്ത, ചോദിക്കുന്നതിന് മുമ്പ് ഉദ്ദേശം പരിശോധിക്കണം. ഒരു ചോദ്യം ശരിയായതായിരിക്കാം, എന്നാൽ അതിൻ്റെ പിന്നിൽ ഉദ്ദേശം തെറ്റായിരിക്കാം. ദൈവത്തോട് ചോദിക്കുമ്പോൾ ഉത്തരം അറിയാനുള്ള ആഗ്രഹമാണോ അതോ ദൈവത്തെ പരീക്ഷിക്കാനുള്ള മനോഭാവമാണോ? നമ്മുടെ ഹൃദയം പരിശോധിക്കണം. എന്തിനാണ് ഞാനിത് ചോദിക്കുന്നത്? സത്യസന്ധമായി പരിശോധിക്കണം. നമ്മുടെ പ്രാർത്ഥനയിൽ തന്നെ വരുമ്പോൾ ഒരിക്കലും നമുക്ക് കൊണ്ട് കഴിയില്ല, അല്ലെങ്കിൽ നമ്മൾക്കത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ദോഷമായി സംഭവിക്കുമെന്ന് നമുക്ക് അറിയാഞ്ഞിട്ട് പോലും ദൈവത്തോട് ചില സഹായങ്ങൾ ആവശ്യപ്പെടുകയാണ്. മറ്റുള്ളവരെ തോൽപ്പിച്ചുകൊണ്ട് എൻ്റെ കുട്ടി ഒന്നാമനാകണം, അല്ലെങ്കിൽ ഒരാളുടെ തകർച്ച കണ്ടിട്ട് എനിക്ക് വലിയവനാകണം. ഇതൊക്കെ ചോദ്യങ്ങളുടെ തന്നെ തെറ്റായ ഒരു പരമ്പരയാണ്. ക്രിസ്തുവിൻ്റെ മനസ്സോടുകൂടി നമ്മൾ ചോദിക്കണം. ശരിയായ വാക്കുകളോടൊപ്പം ശുദ്ധമായ ഉദ്ദേശം ഉണ്ടായിരിക്കുമ്പോഴാണ് നമ്മുടെ യാചന ദൈവസന്നിധിയിൽ കൂടുതൽ സത്യസന്ധമാകുന്നത്. അടയാളത്തേക്കാൾ അടയാളം നൽകുന്നവൻ അന്വേഷിക്കണം. Seek the giver rather than the sign. അടയാളങ്ങൾ അത്ഭുതങ്ങൾ നമ്മുടെ ശ്രദ്ധ ആകർഷിച്ചേക്കാം, എന്നാൽ അവയ്ക്കപ്പുറം അടയാളം നൽകുന്ന യേശുവിലേക്കാണ് നമ്മുടെ ഹൃദയം തിരിയേണ്ടത്. അനുഗ്രഹത്തേക്കാൾ അനുഗ്രഹിക്കുന്നവരെ സ്നേഹിക്കുകയും അത്ഭുതത്തേക്കാൾ അത്ഭുതം ചെയ്യുന്ന കർത്താവിനെ സ്നേഹിക്കുകയും ചെയ്യണം. വിശുദ്ധനായ അത്താനാസിയോസ് പറയുകയാണ്,
ക്രിസ്തുവിൻ്റെ ദാനങ്ങളെക്കാൾ ക്രിസ്തുവിനെ തന്നെ അന്വേഷിക്കുന്ന ഹൃദയമാണ് യഥാർത്ഥ വിശ്വാസത്തിൻ്റെ ഹൃദയം എന്ന് പറയുന്നത്. ഞാനാണ് ജീവൻ്റെ അപ്പം, എൻ്റെ അടുക്കൽ വരുന്നവന് വിശപ്പുണ്ടാവുകയില്ല എന്ന് പറയുക. പ്രിയമുള്ളവരെ, അടയാളത്തിൻ്റെ പുറകെ പോവുകയാണ്, അത്ഭുതത്തിൻ്റെ പുറകെ ഇന്നത്തെ കാലത്ത് പോവുകയാണ്. എന്നാൽ യേശുവിൻ്റെ പുറകെ പോകാൻ ആരും ഇല്ല എന്നുള്ളതാണ് വിഷമകരമായ ഒരു കാര്യം. യേശുവിൻ്റെ പുറകെ പോകാൻ ആരുമില്ല. അത്ഭുതങ്ങളുടെ പുറകെ പോകാൻ ഇഷ്ടമാതിരി ഒരുപാട് ആളുകളുണ്ട്. അനുഗ്രഹത്തിന് ഉറവിടമായ യേശുവിനെ കൂടുതൽ അറിയാനും സ്നേഹിക്കാനും ശ്രമിക്കണം. അടയാളങ്ങൾ തേടുന്ന വിശ്വാസത്തിൽ നിന്ന് യേശുവിനെ തന്നെ തേടുന്ന വിശ്വാസത്തിലേക്ക് നമ്മുടെ ഹൃദയം വളർത്തണം. 36-ാമത്തെ ചിന്ത പറയുകയാണ്, ഉള്ളിലെ ഭിന്നത പുറത്തുള്ള തകർച്ചയിലേക്ക് നയിക്കും. ഒരു രാജ്യം, ഇവിടെ വചനം ഇങ്ങനെയാണ് പറയുന്നത്, കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചേർന്ന് നിൽക്കുമ്പോൾ ഏത് രാജ്യവും തന്നിൽ തന്നെ ഛിദ്രിച്ചാൽ അത് നശിക്കും, ഏത് ഭവനവും തന്നിൽ തന്നെ ഛിദ്രിച്ചാൽ അത് വീണു പോവുകയെന്നാണ് പറയുക. ആയതുകൊണ്ട് സാത്താനുമായി ഭിന്നിച്ചാൽ അവൻ്റെ രാജ്യം എങ്ങനെ നിലനിൽക്കും എന്നാണ് പറയുന്നത്. ഉള്ളിലെ ഭിന്നത പുറത്തുള്ള തകർച്ചയിലേക്ക് നയിക്കും. ഒരു കുടുംബത്തിലാകട്ടെ സഭയിലാകട്ടെ അഭിപ്രായ ഭിന്നതകൾ പരിഹരിക്കാതെ വളർന്നാൽ അത് തകർച്ചയിലേക്ക് നയിക്കും. സ്വർണ്ണനാവുകാരൻ ഇവാനിയോസ് പറയുകയാണ്, സ്നേഹം നിലനിൽക്കുന്നിടത്ത് ഐക്യം ശക്തിയാകും, ഭിന്നത കടന്നു വരുമ്പോൾ ശക്തി ക്ഷയിക്കുന്നു. എഫേസ്യർ 4:3 സമാധാനത്തിൻ്റെ ബന്ധത്തിൽ ആത്മാവിൻ്റെ ഐക്യം കാത്തുകൊള്ളുവാൻ താല്പര്യപ്പെട്ടുകൊള്ളുവെന്നാണ് പറയുന്നത്. സങ്കീർത്തനം 133:1 സഹോദരന്മാർ ഒരുമിച്ച് വസിക്കുന്ന എത്ര നന്മയോ എത്ര സൗന്ദര്യമാകുന്നു എന്നാണ് പറയുന്നത്. നമ്മുടെ കുടുംബത്തിലെ സഭയിലെ ഹൃദയങ്ങൾ ഭിന്നിക്കാതെ ക്രിസ്തുവിൽ ഒരുമിച്ച് നിൽക്കാനുള്ള ഐക്യം കാത്തു സൂക്ഷിക്കണം. അതുകൊണ്ട് ചെറിയ ഭിന്നതകളെ അവഗണിക്കാതെ സ്നേഹത്തോടും ക്ഷമയോടും കൂടി അവ പരിഹരിച്ച് ഐക്യം സംരക്ഷിക്കപ്പെടണം. 37-ാമത്തെ ചിന്ത, മറ്റുള്ളവരെ വിധിക്കുന്നതിന് മുമ്പ് നമ്മളെ പരിശോധിക്കണം. എക്സാമിൻ യുവർ സെൽഫ് ബിഫോർ ജഡ്ജിങ് അതേഴ്സ്. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും, നിങ്ങൾ പറയുന്നു ബേൽസബൂബിനെ കൊണ്ടാണ് ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നതെന്ന്. ഞാൻ ബേൽസബൂബിനെ കൊണ്ടാണ് ഭൂതങ്ങളെ പുറത്താക്കുന്നതെങ്കിൽ നിങ്ങളുടെ മക്കൾ എന്തിനെ കൊണ്ടാണ് പുറത്താക്കുന്നത്? അതിനാൽ അവർ തന്നെ നിങ്ങൾക്ക് വിധികർത്താക്കളായിരിക്കട്ടെ എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, യേശുവിനെ കുറ്റപ്പെടുത്തിയവരുടെ വാക്കുകൾക്ക് മറുപടി പറയുന്നതിന് മുമ്പ് അവരുടെ സ്വന്തം ചിന്തകളുടെ തെറ്റാണ് യേശു വെളിപ്പെടുത്തുന്നത്. മറ്റുള്ളവരുടെ തെറ്റുകൾ കണ്ടെത്തുന്നതിന് മുമ്പ് നമ്മുടെ ഹൃദയവും ഉദ്ദേശങ്ങളും പ്രവൃത്തികളും പരിശോധിക്കണം. വിശുദ്ധനായ മോർ ഇവാനിയോസ്, സ്വർണ്ണനാവുകാരൻ ഇവാനിയോസ് പറയുകയാണ്, മറ്റുള്ളവരുടെ മുറിവുകളിലേക്ക് വിരൽ ചൂണ്ടുന്നതിന് മുമ്പ് സ്വന്തം മുറിവുകളിലേക്ക് നോക്കുക. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7:3 പറയുന്നതാണ്, കണ്ണിലെ കരട് മറ്റുള്ളവരിൽ കാണുമ്പോൾ നമ്മുടെ കണ്ണിൽ കോലിരിക്കുന്നു എന്നുള്ള കാര്യം മറന്നു പോകരുത്. അതുകൊണ്ട് മറ്റുള്ളവരെ വേഗത്തിൽ വിധിക്കുന്നതിന് പകരം ആദ്യം ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മുടെ ഹൃദയത്തെ പരിശോധിക്കണം. സ്വയം പരിശോധിക്കുന്ന ഹൃദയം വളരുമ്പോൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന മനോഭാവം കുറയുകയും സ്നേഹത്തോടെ കാണുന്ന ഹൃദയം വളരുകയും ചെയ്യും. സ്വന്തം ആളുകളെ അനുകൂലിക്കാനുള്ള അപകടം. അടുത്ത ചിന്ത ഏതാണ്? 38-ാമത്തെ ചിന്ത, ദ ഡേഞ്ചർ ഓഫ് ഫേവറിങ് അവർ ഓൺ പീപ്പിൾ. ഇവിടെ യേശുക്രിസ്തുവിനെ ചെയ്ത പ്രവൃത്തിയെ അവരെ കുറ്റപ്പെടുത്തുകയും അവരുടെ മക്കൾ ചെയ്യുന്നതിന് നന്മയായിട്ട് പറയുകയും ചെയ്യുന്ന ഒരവസ്ഥ. സ്വന്തം ആളുകളുടെ തെറ്റുകൾ എളുപ്പത്തിൽ ക്ഷമിക്കും, മറ്റുള്ളവരുടെ ചെറിയ തെറ്റുകൾ പോലും വലുതാക്കുകയാണ് ചെയ്യുന്നത് നീതിയില്ലാത്ത മനോഭാവമാണ്. ബന്ധങ്ങൾ നമ്മുടെ കണ്ണുകളെ സ്വാധീനിച്ചാലും സത്യം എല്ലാവർക്കും ഒരേ അളവിൽ പ്രയോഗിക്കപ്പെടണം. കൈസരിയയിലെ വിശുദ്ധ ബസേലിയോസ് പറയുകയാണ്, നീതിയിൽ പക്ഷപാതത്തിനിടമില്ല, സത്യത്തിൻ്റെ മുമ്പിൽ എല്ലാവരും ഒരേ നിലയിലാണ്. നിങ്ങൾ തമ്മിൽ ഭേദം വരുത്തി ദുഷ്ടവിചാരങ്ങളോടെ വിധിക്കുന്നില്ലയോ എന്നാണ് യാക്കോബിൻ്റെ ലേഖനം 2-ാം അധ്യായത്തിൽ കാണുവാൻ സാധിക്കുന്നത്. ലേവ്യ പുസ്തകം 19:15 ന്യായവിധിയിൽ അനീതി ചെയ്യരുതെന്ന് പറയുകയാണ്. ദരിദ്രൻ്റെ പക്ഷം പിടിക്കുകയോ വലിയവനെ പ്രസാദിപ്പിക്കുകയോ അരുതെന്നാണ് പറയുന്നത്. അതുകൊണ്ട് സ്വന്തം ആളുകളായാലും മറ്റുള്ളവരായാലും സ്നേഹത്തോടൊപ്പം നീതിയും സത്യവും ഒരുപോലെ കാത്തു സൂക്ഷിക്കണം. ബന്ധം സത്യത്തെ മാറ്റരുത്. ആരോടും പക്ഷപാതമില്ലാതെ നീതിയോടെ പെരുമാറുന്ന ഹൃദയമാണ് ദൈവത്തിന് പ്രസാദകരമായ ഒരു കാര്യം. സത്യം എൻ്റെ ആളുകൾക്കും മറ്റുള്ളവർക്കും ഒരുപോലെയാണ്. ഇഷ്ടമുള്ളവൻ ചെയ്താൽ ശരിയും ഇഷ്ടമില്ലാത്തവൻ ചെയ്താൽ തെറ്റും എന്നാകരുത്. യേശു ഈ ഇരട്ടത്താപ്പ് തുറന്നു കാണിക്കുകയാണ്. ക്രിസ്തീയ ജീവിതത്തിൽ നീതി പ്രധാനമാണ്. അതുകൊണ്ട് പക്ഷപാതം നമ്മൾ ഒഴിവാക്കണം. 39-ാമത്തെ ചിന്ത, മറ്റുള്ളവരെ വിധിക്കുന്നവന് ഒരു ദിവസം സ്വന്തം വിധിയെ കേൾക്കേണ്ടി വരും. യേശുവിനെ കുറ്റക്കാരനാക്കാൻ ശ്രമിച്ചവൻ സ്വന്തം ചിന്തകളുടെ തെറ്റിനെക്കുറിച്ച് പരിശോധിക്കേണ്ടി വരികയാണ്.
മറ്റുള്ളവരുടെ ജീവിതത്തിൽ വിധിക്കുന്നതിന് മുമ്പ് നമ്മുടെ വാക്കുകളും നമ്മുടെ തീരുമാനങ്ങളും ഹൃദയത്തിൻ്റെ ഉദ്ദേശങ്ങളും ദൈവത്തിൻ്റെ മുമ്പിൽ പരിശോധിക്കപ്പെടുമെന്ന് ഓർക്കണം. മറ്റുള്ളവരുടെ വിധികർത്താക്കളാകുന്നതിന് മുമ്പ് സ്വന്തം ഹൃദയത്തിൻ്റെ വിധി കേൾക്കുക. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 1-ാമത്തെ വാക്യം പറയുന്നുണ്ട്, വിധിക്കരുത്, നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടത്. നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കണം. അതുകൊണ്ട് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതിൽ വേഗതപ്പെടുത്താതെ വിനയത്തോടും കരുണയോടും നമ്മുടെ സ്വന്തം ജീവിതത്തെ പരിശോധിക്കണം. ഇന്ന് ഞാൻ മറ്റൊരാളുടെ വിധികർത്താവാകുന്നതിന് മുമ്പ് ദൈവത്തിൻ്റെ മുമ്പിൽ എൻ്റെ ഹൃദയത്തെ പരിശോധിച്ച് തിരുത്താൻ തയ്യാറാകണം. ആരെയും നമുക്ക് വിധിക്കാതിരിക്കാം. വിധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം നമ്മളും വിധി കേൾക്കേണ്ടി വരും. 40-ാമത്തെ ചിന്ത, ചെറുതായി തോന്നുന്ന ദൈവശക്തി, ദ ഗ്രേറ്റ് പവർ ബിഹൈൻഡ് വാട്ട് സീംസ് സ്മോൾ. ഇവിടെ കാണുകയാണ്, ഞാനോ ദൈവത്തിൻ്റെ വിരൽ കൊണ്ടാണ് ഭൂതങ്ങളെ പുറത്താക്കുന്നത്, അതിനാൽ ദൈവരാജ്യം നിങ്ങൾക്ക് സമീപിച്ചിരിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ടവരെ, വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ്. യേശു ദൈവത്തിൻ്റെ വിരൽ എന്ന ചെറിയൊരു പ്രതീകത്തിലൂടെ പോലും ദൈവത്തിൻ്റെ അതിരില്ലാത്ത ശക്തിയെ വെളിപ്പെടുത്തുകയാണ്. മനുഷ്യൻ്റെ കണ്ണിൽ ചെറുതായി തോന്നുന്ന ഒരു പ്രവൃത്തിയിലൂടെ പോലും ദൈവത്തിന് വലിയ മാറ്റങ്ങൾ വരുത്തുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ചെറുതായി തോന്നുന്ന ഒരു വിരലിനും വലിയ ശക്തിയുടെ അടയാളമാകാം. ദൈവം ചെറിയ വഴിയിലൂടെയും വലിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ദൈവത്തിൻ്റെ പ്രവൃത്തിയെ വലിപ്പം നോക്കി വിലയിരുത്തരുത്. ചെറിയ സംഭവത്തിലും ദൈവത്തിൻ്റെ ശക്തി കാണാൻ നമ്മൾ പഠിക്കണം. 41-ാമത്തെ ചിന്ത, ദൈവരാജ്യം എത്തി, ദ കിങ്ഡം ഹാസ് അറൈവ്ഡ്. യേശുവിൻ്റെ അത്ഭുതങ്ങൾ വെറും ശക്തി പ്രകടനങ്ങളല്ല, ദൈവരാജ്യം മനുഷ്യരുടെ ജീവിതത്തിലേക്ക് എത്തിയതിൻ്റെ അടയാളങ്ങളാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം കടന്നു വരുമ്പോൾ ബന്ധനങ്ങൾ തകരുകയും ജീവിതത്തിൽ പുതിയ മാറ്റം ആരംഭിക്കുകയും ചെയ്യുകയാണ്. അലക്സാന്ദ്രിയയിലെ വിശുദ്ധ കൂറിലോസ് പറയുകയാണ്, ക്രിസ്തു വരുമ്പോൾ ദൈവരാജ്യത്തിൻ്റെ സാന്നിധ്യം മനുഷ്യ ഹൃദയത്തിൽ വെളിപ്പെടുത്തുന്നു. മുന്നമേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിക്കാൻ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6:33 പറയുകയാണ്. ദൈവരാജ്യം എന്ന് പറയുന്നത് ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവുള്ള സന്തോഷം അത്രയെന്ന് റോമർ 14:17 പറയുന്നത്. അതുകൊണ്ട് ദൈവരാജ്യം പുറത്തു മാത്രം അന്വേഷിക്കാതെ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നമ്മുടെ ഹൃദയത്തിലും ജീവിതത്തിലും സ്വീകരിക്കണം. ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ രാജാവായി വാഴുമ്പോൾ അവൻ്റെ രാജ്യം നമ്മുടെ ചിന്തകളിലും വാക്കുകളിലും പ്രവൃത്തികളിലും പ്രതിഫലിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ടവരെ, 41 ചിന്തകളാണ് നമ്മൾ ഈ ഏവൻഗേലിയൻ വേദഭാഗത്തിൽ നിന്ന് കണ്ടത്. ഈ 41 ചിന്തകളും ദൈവത്തോട് അടുത്തു വരുവാൻ നമുക്ക് ഉപകരിക്കട്ടെ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവതിരുനാമം മാത്രം മഹത്വപ്പെടട്ടെ. ആമേൻ.